ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലെ? സന്തോഷമുണ്ടെന്ന് മാത്രം പറഞ്ഞത് ശരിയാണ്. സന്തോഷത്തിനകത്തൊരു സങ്കടം കിടപ്പുണ്ട്. നമുക്ക് കർത്താവിന്റെ, അതായത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ്. എനിക്കതുകൊണ്ട് തന്നെ നല്ല ഭയമുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് പോലും ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ ഞാൻ പറയാൻ നിന്ന ഒരു ദിവസം കൊണ്ട് പോലും അത് പറഞ്ഞു തീരില്ല. കാരണം അത്രത്തോളം കരുണ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരു സിദ്ധാന്തങ്ങൾ മാത്രമാണെങ്കിലും മൃഗത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുമെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങൾക്കത് കാണണമെങ്കിൽ എന്നെ നോക്കിയാൽ മതി. ശരിക്കും ഒരു മൃഗമായിരുന്ന ഞാൻ ഇപ്പോൾ ഒരു അല്പമെങ്കിലും ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിൻ്റെ കരുണയാണ്, അതിൻ്റെ ബലിയുടെ യോഗ്യതയാണ്. അത് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അത് എങ്ങനെയെല്ലാം എത്ര ദിവസം എടുത്ത് പറയേണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് എങ്ങനെ അത് ഇത്രയും വലിയ കാര്യങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും പരസ്പരം കണക്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ പോരായ്മ മാത്രമാണ്. കാരണം അതെനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണത്. അതുപോലെ മറ്റൊരിക്കൽ നിങ്ങളിത് കേൾക്കുമ്പോൾ, ഞാനിത് ആദ്യമായിട്ടാണ് പറയുന്നത്, എൻ്റെ സാക്ഷി ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം മറ്റൊരിക്കൽ കേൾക്കുമ്പോൾ വേറെ പലതും കേട്ടാലും അതെല്ലാം ഇതിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഞാനത് പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അത്രത്തോളം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വലിയ പ്രത്യാശ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് പറയാനായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയുന്നതിനും ആ ഒരു അഭിഷേകം ഈ നിമിഷം എന്നിലൂടെ ഒഴുകി ഇറങ്ങി നമ്മൾ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ നിമിഷം കടന്നു വരുന്നതിന് വേണ്ടി ഒന്ന് ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം, ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തർക്കും കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും തുറന്നു തരണമേ. യോഹന്നാൻ 14:14 വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുന്ന കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ നാമത്തെ പ്രതി ഇപ്പോൾ ഈ നിമിഷങ്ങളിലേക്ക് ഈ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ, വലിയൊരു അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഞാൻ കിട്ടുന്ന രീതിയിൽ ഞാനങ്ങ് പറയുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. കർത്താവ് മഹത്വപ്പെടണം, ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-13 വർഷം മുമ്പ്. ഇപ്പം ഞാൻ സൗദിയിലായിരുന്ന ഒരു സമയമാണ്. ഒരു 13 വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങളില്ലാണ്ടൊക്കെ ഞാൻ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ജോലി, സാമ്പത്തികമുണ്ട്. അപ്പം അത്യാവശ്യം ഒരു ബിസിനസ് സൗദിയിൽ എനിക്കുണ്ട്. എൻ്റെ വൈഫ് അവിടെ സൗദിയിൽ നേഴ്സായിരുന്നു, മിനിസ്ട്രിയിലാണ്. ഏകദേശം 1 ലക്ഷം രൂപ സാലറി അവൾക്കുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ കുഞ്ഞ് നാട്ടിലാണ്, മമ്മിയുടെ അടുത്താണ്. ആ ഒരു സമയത്ത് സാധാരണ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വരുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും കുറച്ച് തകർച്ചകൾ, എൻ്റെ ബിസിനസ്സിൽ കുറച്ച് തകർച്ചകളൊക്കെ വന്നു തുടങ്ങി. ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ മാനുഷികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി, കുറച്ച് കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ മാനുഷികമായ രീതിയിൽ പരിഹാരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓരോ ദിവസവും പരിഹാരം നോക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ പല വഴിക്കും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ വീണ്ടും പരിഹാരം അന്വേഷിക്കും. ഈ പരിഹാരം തന്നെ വീണ്ടും എനിക്ക് കുരുക്കാവും. അപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു, എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പരിശ്രമത്തിൽ ഇടപെടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറും. ഒരു കയറ്റമാണെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. അപ്പം ഞാൻ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇറക്കം കൂടുന്നില്ല, കയറ്റത്തിന് വലിപ്പം കൂടുന്നു എന്നല്ലാതെ
അതിന് ഇറക്കം ഉണ്ടാകുന്നില്ല. അപ്പം വീണ്ടും വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് രൂക്ഷമായി. ശരിക്കും പ്രശ്നങ്ങൾ രൂക്ഷമായി തുടങ്ങിയപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. പതിയെ ഞാൻ പ്രാർത്ഥനയിലേക്കൊക്കെ ഒരു പതിയെ ഒന്ന് തിരിഞ്ഞു തുടങ്ങി. പതിയൊക്കെ ജപമാലയൊക്കെ ഒന്ന് ചൊല്ലിത്തുടങ്ങി. പതിയെ പ്രാർത്ഥിച്ചു. അപ്പം താൻ പാതി ദൈവം പാതി, അതായിരുന്നു എൻ്റെ ഒരു പോളിസി അന്നേരം. അതുവരെ ഒന്നുമില്ലായിരുന്നു, മുഴുവൻ ഞാനായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോൾ താൻ പാതി ദൈവം പാതി എന്നൊരു പോളിസിയിലേക്ക് പയ്യെത്തി. ഞാൻ അത്യാവശ്യം പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു തുടങ്ങി. എങ്കിലും എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ വളർന്നു തുടങ്ങി. അതായത് എന്താ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പൈസ കിട്ടാനുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാനൊരു വർക്ക് എടുത്തു. ഈ വർക്ക് എടുത്തു കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒരു 2 ലക്ഷം റിയാലിന് ഒരു വർക്ക് എടുത്തു. അപ്പോൾ ഈ വർക്ക് എനിക്കൊരു മാസം അതിൻ്റെ പൈസ കിട്ടണം, ഇത്ര രൂപ കിട്ടണം. ആ പൈസ കിട്ടിയാൽ എൻ്റെ വർക്കേഴ്സിൻ്റെ സാലറി, അത്യാവശ്യം എൻ്റെ ഒരു പ്രോഫിറ്റ്, ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ വർക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടൂല. അത് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 3-4 മാസമാവും. അപ്പോൾ ഈ 3-4 മാസം വർക്കേഴ്സിൻ്റെ സാലറി കൊടുക്കാനായിട്ട് ഞാൻ പലിശയ്ക്ക് എടുക്കും. പിന്നീട് 3-4 മാസം കഴിഞ്ഞ് പേയ്മെൻറ്റ് കിട്ടിയാൽ എൻ്റെ ഞാൻ പലിശയ്ക്കെടുത്ത പൈസയുടെ പലിശ കൊടുക്കാനേ ചിലപ്പോൾ തികയുള്ളൂ. അപ്പോൾ ഈ ബാക്കിയെല്ലാം കടമായിട്ട് മാറും. അതുപോലെ എനിക്ക് പേയ്മെൻറ്റ് തരാനുള്ള കമ്പനി, ഞാൻ അവിടെ പോയി സംസാരിച്ച് എല്ലാം റെഡിയാക്കി. ആ വ്യക്തി ഒന്ന് ചെക്ക് ഒപ്പിട്ടാൽ മതി, ചെക്ക് എഴുതി വെച്ചു, അത് അതിൻ്റെ ഓണർ ഒപ്പിട്ടാൽ മാത്രം മതി. അതെല്ലാം റെഡിയാക്കി ഞാൻ പിറ്റേ ദിവസം ചെല്ലുകയാണ്. കാരണം പിറ്റേ ദിവസം എനിക്ക് ആ ചെക്ക് ഒപ്പിട്ട് കിട്ടും. ഞാൻ ചെല്ലുമ്പോൾ ആ വ്യക്തി മരിച്ചു. അപ്പം ഇതുപോലെ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് അധികരിക്കുകയാണ്. അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ രീതിയിലേക്ക് എൻ്റെ കൺട്രോൾ വിട്ടു, ആ രീതിയിലേക്ക് വന്നു. അപ്പം ഞാൻ നന്നായിട്ട് കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം താൻ പാതി ദൈവം പാതിയൊക്കെ അവിടെ പോയി. ഇപ്പോൾ ദൈവം മാത്രമേ ഉള്ളൂ, താനില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ കൂട്ടി. അത് പ്രാർത്ഥിക്കുന്നതിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എൻ്റെ പ്രശ്നം തീരണം, അവരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ശരിക്കും. അപ്പം എൻ്റെ വൈഫിനും ഞാൻ വിളിക്കും, അവളോട് ഇങ്ങനെ പറയും ഇങ്ങനെയാണ് പ്രശ്നം. അപ്പം ഞാനും വൈഫും തമ്മിൽ സൗദിയിൽ തന്നെയാണെങ്കിൽ ഏകദേശം ഒരു 1300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അടുത്തല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ കൂടെ അവളോട് ഇങ്ങനെ പറയും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവൾ പറയും എനിക്കും ആകെ അസ്വസ്ഥതകളാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്, ജോലിയിൽ പ്രശ്നങ്ങളാണ്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. എനിക്കൊരു മണിക്കൂർ തികച്ച് ഉറങ്ങാൻ പറ്റില്ല. എത്ര ക്ഷീണത്തോടെ ഞാൻ കിടന്നാലും ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. ഞാൻ കാണുന്നത് മുഴുവൻ പാമ്പുകളാണ്. അതായത് ഞാൻ ഒരു പാമ്പിനെ കാണും, അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കാല് സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ്, ഒരു പാമ്പിനെ കണ്ടു, ഞാൻ അതിൻ്റെ മുകളിലേക്ക് കാല് വെക്കും. ഞാൻ ചവിട്ടാൻ പോകുന്നിടത്ത് പാമ്പ്, അപ്പം ഞാൻ വേഗം കാല് തൊങ്കി വെച്ച് അപ്പുറത്തേക്ക് മാറ്റും. അപ്പം അതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നിടത്തേക്ക് പിന്നെയും പാമ്പ്. എനിക്ക് നിലത്തിൻ്റെ കാല് കുത്താൻ പറ്റില്ല. എല്ലാതും ഞാൻ എവിടെ വെക്കുന്നു അവിടെ എല്ലാം പാമ്പ്. ഇങ്ങനെ സ്വപ്നമായിട്ട് ഞാൻ ഞെട്ടി എഴുന്നേക്കും. ഇതിന് ഉറക്കം തന്നെ വേണമെന്നില്ല. ഇപ്പം ഞാൻ വെറുതെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും മയങ്ങിയാൽ ഞാൻ ആദ്യം കാണുന്ന ഇതാണ്, മയക്കം വിട്ട് ചാടി എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് അല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് അധികരിച്ചു. എൻ്റെ ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ തകർന്ന് വലിയ ശരിക്കും തരിപ്പണമായിരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഭാര്യയും ഞാനും തമ്മിൽ പ്രശ്നങ്ങൾ വന്നു ചില സമയങ്ങളിൽ. കാരണം ഇത്രയും പ്രഷർ നിൽക്കുകയാണ്. അപ്പോൾ അവള് പറയുന്നത് പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അത്ര വലിയ പ്രശ്നങ്ങളാണ്. സാമ്പത്തിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളായി. അതുപോലെ ഇതുപോലെ തന്നെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളായി. വീട്ടിലാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ. അതുപോലെ വീട്ടിലാണെങ്കിൽ നാട്ടിലൊരു ലോണുണ്ട്, സൗദിയിൽ ലോണായി. അതുപോലെ വൈഫിന് ജോലിയിൽ കുറേ പ്രശ്നങ്ങൾ, വൈഫിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ. ശരിക്കും ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ എനിക്കെൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് അധികരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ അതുപോലെ ഞാൻ കർത്താവ് ഇല്ല എന്ന് പറഞ്ഞു നടന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ പറഞ്ഞു നടന്നതും എൻ്റെ ഒരു വിശ്വാസവും മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ള മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ദൈവവിശ്വാസവും ബൈബിളും ഇതുപോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ. ഇതൊക്കെ മനുഷ്യൻ എങ്ങനെയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കണം, അതിനുവേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിലുപരി ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതായിരുന്നു എൻ്റെ ഒരു വിശ്വാസവും ഞാൻ പറഞ്ഞു കിടന്നതും ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കൈവിട്ടു പോയി. എൻ്റെ കഴിവ് കൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ ദൈവവിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ അതെൻ്റെ കർത്താവിൻ്റെ ഒരു കരുണ. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധപൂർവ്വം ഒക്കെ എന്നിൽ അവർ ഏൽപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ അതെന്നെ കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കർത്താവിൻ്റെ കരുണ എന്നെ തേടി വന്നു. ഞാനപ്പോൾ പതിയെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. എന്നെ കൂടുതൽ ആ സമയത്ത് സഹായിച്ചത് നമ്മുടെ വട്ടായിലച്ചൻ്റെ അഭിഷേകാഗ്നി ഈ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്കിതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ വന്നതും ഈ വീഡിയോസാണ്, വട്ടായിലച്ചൻ്റെ വീഡിയോസാണ്. അതെനിക്ക് ഒത്തിരി പ്രത്യാശ തന്നു. ആ കാലങ്ങളിൽ എനിക്ക് ഒത്തിരി പ്രത്യാശ തന്നു.
അതുപോലെ ഞാൻ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. കാരണം എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ വ്യക്തി ഈ സമയത്ത് ഞാൻ അവനോട് പതിയെ ഷെയർ ചെയ്യും, എടാ എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അവനറിയാം, എൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെയാണ് സൗദിയിൽ കുർബാന ഉണ്ടെന്ന്, വർഷങ്ങളായിട്ട് അവിടെ കുർബാനയുണ്ട്, പക്ഷേ കുർബാന സൗദിയിലുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് ആ സമയത്താണ്. എൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് ഞാൻ കർത്താവിനെ അന്വേഷിച്ചിട്ടില്ല, കുർബാനയെ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യം എങ്ങനെ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണം, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കുർബാനയ്ക്കൊന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം കുർബാനയ്ക്കല്ല, എവിടെ വേണമെങ്കിലും നമ്മൾ പോകും. അപ്പം ഞാൻ കുർബാനയ്ക്ക് പോയി, സൗദി അറേബ്യ കുർബാനയ്ക്ക് പോയി, കുർബാനയൊക്കെ സ്വീകരിച്ച് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ വിശ്വാസം കർത്താവ് ആ സമയത്ത് വർദ്ധിപ്പിച്ചു, കാരണം വേറെ നിവൃത്തിയില്ല. അപ്പം ഞാൻ പലരെയും വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കും, എല്ലാവരും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ഇതായിട്ട് നിൽക്കുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലൊരാൾ എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു വ്യക്തിയുണ്ട്, പക്ഷെ അത് കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയല്ല, വേറൊരാളുമായിട്ട്, വേറൊരു സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം നീ അവിടെ ഒന്ന് പോയാൽ നിന്റെ പ്രശ്നം നാളെ തന്നെ തീരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് നാട്ടിൽ വരാൻ നിർവാഹമില്ല അന്നേരം, കാരണം അത്രയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു എൻ്റെ ജോലിയൊക്കെ ആണെങ്കിലും തൽക്കാലത്തേക്കൊന്നും എല്ലാം കാര്യങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ വികാരിയച്ഛനോട് ചോദിച്ചു, പക്ഷേ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പ്രശ്നങ്ങൾ നല്ലതുപോലെ ഉണ്ട്, അതിലെല്ലാം ഉപരി എൻ്റെ പ്രശ്നങ്ങളിലുപരി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല. അപ്പൊ ഈ വ്യക്തിയുടെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ ശരിയാവും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഞാനൊന്ന് പോട്ടേന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞു, അത് വേണോ, നമ്മുടെ സഭയിൽ തന്നെ ആൾക്കാരില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എന്നാലും എൻ്റെ ഒരു പിടിവാശി, എൻ്റെ പ്രശ്നങ്ങൾ അച്ഛൻ പേടിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി എൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ അവസാനം അച്ഛൻ പറഞ്ഞിട്ടാന്ന് മറ്റോട് പറയൂല. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും നീ ചെയ്ത് കാര്യം ചെയ്യ്, എന്നാൽ പോയിട്ട് വാ, നിന്റെ ഒരു കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നു, ഈ വ്യക്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് സംഭവം വേറൊരാൾ കൂടോത്രം ചെയ്തതാണ്, ഇന്ന ആൾക്കാർ കൂടോത്രം ചെയ്തൊരു സംഭവമാണ്, പേടിക്കാനൊന്നുമില്ല. അപ്പൊ അവിടെ കുറച്ച് പ്രാർത്ഥന, അതിന് കുറച്ച് പൈസ മുടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അപ്പൊ ഞാൻ ഏത് സഭയിൽപ്പെട്ടതാണെന്ന് ഈ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. ഈ വ്യക്തി വിചാരിച്ചു ആ വ്യക്തിയുടെ സമയപ്പെട്ട ആളാന്ന് വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് ഒരു വെള്ളിക്കുരിശും മേടിച്ചോളാൻ പറഞ്ഞു. അത് പോകുന്ന വഴിക്ക് വെറുതെ അവിടെ പറയുകയാണ്, ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം മാറും, ഇത്ര ദിവസങ്ങളിൽ മാറും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു വെള്ളിക്കുരിശും കൂടെ മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പെട്ടു, എന്തെങ്കിലും ആവട്ടെ, ഇത് സംഗതി മാറുകയാണല്ലോ, ഈ വെള്ളിക്കുരിശ് ഇത് മേടിച്ചു. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നേരെ വന്നു ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ആ വ്യക്തി ഇത്ര ദിവസം കൊണ്ട് മാറുമെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ ചെയ്തു. അപ്പൊ ഒരു വെള്ളിക്കുരിശിന്റെ കാര്യം ബാക്കിയുണ്ട്, അത് പള്ളിയിലേക്ക് മേടിച്ചു കൊടുക്കാമെന്നാ പറഞ്ഞ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ആ വെള്ളിക്കുരിശിന് പറഞ്ഞ് ഞാൻ പൈസ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പെൺപിള്ളേരുടെ കല്യാണം നടത്താനായിട്ട് ഞാൻ ആ പൈസ എടുക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛൻ നടക്കൂല, വെള്ളിക്കുരിശ് എന്ന് പറഞ്ഞാൽ വെള്ളിക്കുരിശ്, അത് വിട്ടിട്ടൊരു കളിയില്ല, കാരണം എനിക്ക് എൻ്റെ പ്രശ്നം മാറും. അപ്പൊ അന്ന് ഈ അച്ഛനെ ഇതൊന്നും പറയാൻ നമുക്കിത് മനസ്സിലാവില്ല, കാരണം നമ്മുടെ പ്രശ്നം മാറുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പൊ ഞാൻ ആ വെള്ളിക്കുരിശൊക്കെ മേടിച്ചു കൊടുത്തു. അച്ഛൻ മനസ്സില്ലാ മനസ്സോടെ വെള്ളിക്കുരിശ് സ്വീകരിച്ചു, കാരണം എന്ത് ചെയ്യാനാണ്, അപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛന് വെള്ളിക്കുരിശൊക്കെ മേടിച്ചു. അപ്പൊ ഞാൻ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇത്ര ദിവസം ഞാൻ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, അത്രയും ദിവസമൊക്കെ. തിരികെ സൗദിയിലേക്ക് പോയി. തിരിച്ച് സൗദിയിലേക്ക് പോയെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു കുറവില്ല. സൗദി എന്ന് കാലുകുട്ടിയും പ്രശ്നങ്ങളത്തിലേക്ക് തന്നെയാണ് കാലെത്തുന്നത്. അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു, അത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, കാരണം എൻ്റെ ബലം മുഴുവൻ എൻ്റെ വെള്ളിക്കുരിശിലാണ്. ഞാൻ ആ സാധനം കൊടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ പ്രശ്നം മാറാതിരിക്കാൻ ഇനി ഒരു വഴിയില്ലല്ലോ. അപ്പൊ ഞാൻ വൈഫിനോടും പറഞ്ഞു, പേടിക്കണ്ട, ഇത്ര ദിവസം കൊണ്ട് നമ്മുടെ പ്രശ്നം മാറും, നമ്മുടെ വെള്ളിക്കുരിശ് പള്ളിയിൽ ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞ ദിവസം എത്തി. ആ വ്യക്തി പറഞ്ഞ ദിവസം എത്തിയിട്ടും എൻ്റെ ജീവിതത്തിൽ അന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. സാധാരണ ഒരു ദിവസം പോലെ ആ ദിവസവും കടന്നുപോയി, ഞാൻ മുടക്കിയ പൈസയും പോയി. അപ്പൊ ഞാൻ പക്ഷെ കർത്താവ് എന്നെ അതൊരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ രക്ഷിക്കാൻ നീ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നീ എന്നെ വിട്ടത് എന്ന് ഞാൻ ചോദിച്ചു കർത്താവിനോട്. അപ്പൊ കർത്താവ് പിന്നീട് തന്നൊരു ബോധ്യ പ്രകാരം, പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട് മാറ്റി പണിതത് കൊണ്ടോ, കക്കൂസ് മാറ്റി പണിതത് കൊണ്ടോ, വീടിന്റെ മതില് പൊളിച്ച് പണിതത് കൊണ്ടോ, വെള്ളിക്കുരിശ് മേടിച്ച് കൊടുത്തത് കൊണ്ടോ, ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തകർച്ച മാറില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം കർത്താവ് എനിക്കൊരു ബോധ്യം തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനുഭവം തന്നത്. കാരണം മറ്റൊരാളോട് നാളെ എനിക്കിതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ നവീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ആലയം പരിശുദ്ധാത്മാവിന്റെ ശരീരമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പൊ ആ ആലയം നശിപ്പിക്കുന്നവനെ സ്വാഭാവികമാണ് അവൻ നശിക്കുമെന്നുള്ളത്. അപ്പോ ആ ആലയം പുനരുദ്ധരിക്കാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വിട്ടു മാറില്ല.
അതല്ലാതെ ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് കൂടോത്രം എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ എന്താ പറയണേ, മതിൽ മാറ്റി പണിതുക, കക്കൂസ് മാറ്റി പണിതുക, ഇങ്ങനെ പണിത് രക്ഷപ്പെടാമെന്ന് കരുതി പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഇരിക്കരുത്. അങ്ങനെ ഒരു രക്ഷ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു അനുഭവം തന്നത്. അപ്പോൾ ഇതിനുശേഷം പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എൻ്റെ പ്രാർത്ഥന അവിടെ കൂടി. അതാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണ്. പ്രാർത്ഥന കൂടി. ഞാൻ കൂടുതൽ വചനങ്ങൾ കേട്ടു തുടങ്ങി. യൂട്യൂബിലൊക്കെ ഞാൻ മണിക്കൂറുകൾ ഇരുന്ന് വചനങ്ങൾ. ആ സമയം പക്ഷേ എൻ്റെ വർക്ക് പെർമിറ്റ് കൂടി നഷ്ടപ്പെട്ടു. എൻ്റെ സൗദിയിൽ എനിക്ക് വർക്ക് പെർമിറ്റ് കൂടി നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ റൂമിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ല. ആ ഒരു അവസ്ഥയിലായി ശരിക്കും. പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പയ്യെ പൊട്ടി എന്നുള്ളത് ഞാൻ എൻ്റെ നാട്ടിലും സൗദി അറേബ്യയിലും ഒക്കെ മൊത്തത്തിൽ ഇത് അറിഞ്ഞു തുടങ്ങി. അതുവരെ ഞാനൊന്ന് ശരിക്കും രാജാവിനെ പോലെ ഒരു ജീവിച്ച വ്യക്തിയാണ്. കാരണം 100-300 പേര് എൻ്റെ കീഴിൽ പണിക്കാരുണ്ട്. അതുപോലെ എനിക്ക് സ്വന്തമായിട്ട് വർക്കുണ്ട്. എൻ്റെ എനിക്കതിൽ നിന്ന് നല്ലൊരു വരുമാനം. എൻ്റെ ഭാര്യയ്ക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു റേഞ്ചിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ റൂമിൽ വേറെ ആളുണ്ട്, 1-2 പേരുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ പേഴ്സിൽ കാശ് അങ്ങനെ സൗദി റിയാൽ ഇങ്ങനെ ഇരിക്കും. ഞാനിതൊന്നും എണ്ണാറ് പോലും ഇല്ല, എത്ര ഉണ്ടെന്ന് എണ്ണാറില്ല. ഞാനിവിടെ കൊണ്ടുവന്ന അലമാരിൽ എടുക്കും. അവരാരെങ്കിലും കടം ചോദിച്ചാൽ പോലും അതിൽ നിന്ന് എടുത്തോ എന്നേ പറയാറുള്ളൂ. അവരെടുത്തോ, എത്ര എടുത്തു എന്ന് എനിക്കറിയില്ല, അതിന് എത്ര ബാലൻസ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം പേഴ്സിലിരിക്കുന്ന പൈസയൊന്നും ഞാൻ കണക്കിലുള്ള പൈസയായിട്ടൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഞാൻ പൊട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പലതും തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. നാട്ടിലുണ്ടായിരുന്ന ബഹുമാനമൊക്കെ പതിയെ കുറഞ്ഞു. ആളുകൾ പല കഥകൾ ഇറങ്ങി തുടങ്ങി. അത് അഹങ്കാരം കൊണ്ട് പൊട്ടിയതായി. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവരും എൻ്റെ സഹായം സ്വീകരിച്ചവരും ആ നാട്ടിലും സൗദിയിലും ഒക്കെ എന്നെക്കുറിച്ച് പാട്ടുകൾ വരെ ഇറങ്ങി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പൊ ശരിക്കും അവിടെയാണ് നമ്മൾ ഒറ്റപ്പെടുന്നതും. പക്ഷെ ഈ ഒറ്റപ്പെടലൊക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹമായി എന്നുള്ളതാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ കർത്താവിനോട് കൂടുതൽ ചേരാനായിട്ട് ദൈവം അനുവദിച്ചതാണ് ഈ ഒറ്റപ്പെടലുകളൊക്കെ. ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ മണിക്കൂറുകൾ 5-8 മണിക്കൂറൊക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കും പ്രിയപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ കർത്താവ് ശരിക്കും ധൂർത്തപുത്രന്റെ ഉമ്മയിലെ ധൂർത്തപുത്രൻ പറയുന്നത് പോലെ ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഒരു പരിധി വരെ എൻ്റെ പ്രശ്നങ്ങളൊന്ന് മയപ്പെടുത്തി പറയുകയാണ്. കാരണം മറ്റുള്ള പലർക്കും മുറിവേൽക്കാനും എല്ലാവരും ജീവിച്ചിരിക്കുന്ന മുറിവേൽക്കാൻ സാധ്യതകളുള്ളത് കൊണ്ട് ഞാനതൊന്ന് മയപ്പെടുത്തി പറയാം കേട്ടോ. ഒരുപാട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ സ്വയം കഴിവ് കൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചാൽ ഇനി രക്ഷപ്പെട്ടില്ല, എനിക്ക് സാധിക്കില്ല. എൻ്റെ മുമ്പിൽ ഒരേ ഒരു വഴി ആത്മഹത്യ മാത്രമാണ്. അതിന് ഒന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് പോകണോ അതോ കുടുംബം കൂടെ കൊണ്ടുപോകണം. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് മാത്രമേ ആലോചനയുള്ളൂ. അല്ലാതെ വേറെ അതിനെക്കുറിച്ച് അത് മാറ്റി ചിന്തിക്കണ കേസൊന്നുമില്ല. ഇങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. ഇനി ഒരവസരം ഞാൻ നിനക്ക് തരാം. നിനക്ക് വേണമെങ്കിൽ ഈ നിമിഷം നിനക്ക് എന്നെ ഏറ്റെടുക്കാം. അങ്ങനെ നീ എന്നെ ഏറ്റെടുത്താൽ ഇനിയുള്ള എൻ്റെ ജീവിതം നിന്റേതായിരിക്കും. ഇനി എനിക്കായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. കാരണം എൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു. ഞാനിത് ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ നിനക്കെടുക്കാം. ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. കാരണം ഈ നിമിഷം എന്നെ രക്ഷിച്ചാൽ അത് നിന്റെയാണ് പിന്നെ ജീവിതം. എൻ്റെ ജീവിതം ഇവിടെ തീരെയാണ് കർത്താവ്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ ദൈവം എനിക്ക് തരുന്നുണ്ട്. കാരണം എന്നെ സഹായിക്കാൻ പല വ്യക്തികളിലൂടെയൊക്കെ ആണെങ്കിലും എന്നെ പ്രാർത്ഥിക്കാനും കുർബാനയ്ക്ക് പോകാനൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒത്തിരി പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ മുമ്പിൽ ഞാനിങ്ങനെ സ്വയം സറണ്ടറായി എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ അവിടെ വെച്ചു. ഇനി ഞാൻ പരിശ്രമിക്കില്ല എന്ന് പറഞ്ഞു കർത്താവിനോട്. കാരണം ഞാൻ പരിശ്രമിക്കാൻ എൻ്റെ മുമ്പിൽ വഴികളില്ല. എനിക്ക് എൻ്റെ റൂം വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എനിക്ക് എൻ്റെ റൂം വിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ഞാൻ അങ്ങനെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇതുപോലെ വചനങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന വചനങ്ങൾ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അപ്പൊ കിട്ടുന്ന പുസ്തകങ്ങളിൽ ഇരുന്ന് ഞാൻ വായിക്കും. അതുപോലെ വചനം ഇരുന്ന് വായിക്കും. യൂട്യൂബിൽ കാണുന്ന പുസ്തകങ്ങൾ, ഓരോ വീഡിയോസ്, വചനത്തിന്റെ വീഡിയോസ്, ഇതെല്ലാം ഞാനിങ്ങനെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തൊരു ഭ്രാന്തനെ പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിച്ചു. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അത് മാത്രമല്ല, കർത്താവ് എന്നോട് പറയുകയാണ്, ഇതിന്റെ പ്രശ്നങ്ങൾ നിന്റെ പരിധി വിട്ടു, ഇനി അതൊന്നും പരിഹാരം നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കും എന്നിങ്ങനെ എൻ്റെ ഒരു വചനം എന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയാണ്, എടാ, ജീസസ് യൂത്തിന്റെ ഒരു ബ്രദർ ഉണ്ട്, അദ്ദേഹം കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയാണ്, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പോയെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി പോവാം, എവിടെ വേണമെങ്കിലും നമ്മൾ പോകാൻ റെഡിയാണ്, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, പോലീസിനെ പേടിച്ചിട്ടാണെങ്കിലും. അവൻ പറഞ്ഞു, ഞാൻ വരാം, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ്റെ വണ്ടിക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി, അന്ന് എൻ്റെ വണ്ടിക്ക് തന്നെ പോകാണ്, എനിക്ക് വണ്ടി ഉണ്ട് അന്നേരം. അപ്പൊ എൻ്റെ വണ്ടിക്ക് അവൻ വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഈ ബ്രദറിന്റെ അടുത്ത് ചെന്നു. ഈ ബ്രദറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ,
എനിക്ക് ദർശനങ്ങളൊന്നും ഒരുപാട് തരണമെന്നില്ല. കാരണം അതല്ല ഇപ്പൊ എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം എനിക്ക് ഒരു ചോദ്യം ബ്രദറിനോട് ചോദിക്കാനുള്ളൂ. എൻ്റെ ഈ പ്രശ്നങ്ങളിലൂടെയാണ്, ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോവാണ്. ഈ പ്രശ്നങ്ങളുടെ അവസാനം ഞാൻ രക്ഷപ്പെടുമോ, ഞാൻ നശിക്കുമോ? ഞാൻ അന്ധമായിട്ട് കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാണ്. ഈ കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിക്കാൻ തയ്യാറാണ്. എനിക്കറിയേണ്ട ഒരു കാര്യം, ഞാൻ ഈ സഹനങ്ങളുടെ അവസാനം, എൻ്റെ പ്രശ്നങ്ങളുടെ അവസാനം, അത് എത്ര വർഷങ്ങളും ആയിക്കോട്ടെ, ഞാൻ രക്ഷപ്പെടുമോ അതോ ഞാൻ നശിക്കുമോ? ഈ ഒരു കാര്യത്തിൽ ബ്രദറിന് ഒരു ഉറപ്പ് തരാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്നോട് പറയാവൂ. അല്ലാണ്ട് വെറുതെ മാനുഷിക വചനമൊന്നും എന്നോട് പറയരുത്. ഇങ്ങനെ ഒരു ഉറപ്പ് പ്രാർത്ഥിച്ചിട്ട് തരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ബ്രദർ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദർ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പ്രാർത്ഥിച്ചു. കർത്താവ് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ തന്നു. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ തരാം എന്ന് എന്നോട് പറഞ്ഞു. സന്തോഷം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറ്. കാരണം അത് എൻ്റെ കഴിവല്ല, അതെനിക്ക് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വിശ്വാസം തന്നു എന്നുള്ളതാണ് ആ സമയത്ത്. ഇത് കഴിഞ്ഞ് സന്തോഷമായി ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങി. രാത്രി കിടന്നുറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവം വന്നിട്ടുണ്ടായി. ഞാൻ ഇങ്ങനെ ഉറങ്ങിയ സമയത്ത് ഞാൻ സ്വപ്നത്തിലാണോ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഹൃദയം, ഞാനൊരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് മാറുകയാണ്. എൻ്റെ ശരീരത്തിന് ഭാരമില്ലാതായി. എൻ്റെ ഹൃദയം എന്നിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു പോകുന്നതായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ കാണുകയല്ല, ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ ഹൃദയം എന്നിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പഞ്ഞി പോലെ പറന്നു പോവുകയാണ്. ഇത് ശരിക്കും അനുഭവിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ആ ഒരു അനുഭവം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഞാനിങ്ങനെ കടിച്ചു പിടിക്കുക, കണ്ണ് തുറക്കില്ല എന്ന് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുക. കാരണം കണ്ണ് തുറന്ന ഈ അനുഭവം പോയി. പക്ഷെ 2 സെക്കൻഡ് കൊണ്ട് എൻ്റെ കണ്ണ് തുറന്നു. ആ അനുഭവം എനിക്ക് നഷ്ടപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞൊരിക്കാം, എനിക്ക് എൻ്റെ വിശ്വാസത്തിലേക്ക് എന്നെ വളർത്താനോ എനിക്കറിയില്ല, എന്തിനങ്ങനെ ഒരു അനുഭവം തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ അത്രത്തോളം ഒരു ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ ആ ഒരു അനുഭവത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ ഒരു നിമിഷം കൊണ്ട്. ഞാൻ കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു. ഞാൻ കാണുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഞാൻ വിളിക്കും, പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കും. അവർ തരുന്ന ഉപദേശങ്ങൾ, അവരെത്ര വചനം, ആ വചനം വായിക്കും, ഈ വചനം വായിക്കും, ഇതൊന്നും ഞാൻ വിടൂല. എല്ലാ വചനവും ഞാനിരുന്ന് വായിക്കും. എന്നിട്ട് ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഭ്രാന്തനെ പോലെ ഇരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറെ വിട്ടുപോകുന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവർ. എനിക്കത് കിട്ടുന്നത് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വചനപ്രഘോഷകർ ഈ വചനം പറയുന്നതും അവർ ഈ അത്ഭുതങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും എനിക്ക് അതിനോട് ഭയങ്കര ഒരു ദാഹമായി. ഞാൻ പിന്നെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണില്ല, കാരണം അതെന്റെ വഴിക്കൊന്നും നടക്കണ കാര്യങ്ങളല്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഒരു സൈഡിൽ നിന്ന് വിളിച്ച് തെറി വിളി, ഒരു മയമില്ല, അതങ്ങനെ നടക്കും. പൈസ കൊടുക്കാനുള്ളവരെ വിളി, അതങ്ങനെ. എനിക്ക് റൂമിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, കാരണം റൂമിന്റെ വാടക 4-5 മാസമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് 2 റൂമാണ്. ഒന്ന് ഈ റൂമിന്റെ മുതലാളിയുടെ പണിക്കാരാണ് അതിൽ താമസിക്കുന്നത്. ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പണിക്കാര് അവര് പച്ചക്കറി മാർക്കറ്റിൽ പണിയുന്നവരാണ്. അപ്പൊ അവര് വരുന്ന സമയം ഉച്ചയ്ക്ക് ഒരു സമയവും രാത്രിയുമാണ് വരുന്നത്. അപ്പൊ ഈ സമയം എനിക്ക് റൂമിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ വാടക കൊടുക്കാത്തതുകൊണ്ട് ഇവരപ്പം തന്നെ ഓണർ വിളിച്ചു പറയും. ഓണർ സൗദിയ, നേരെ വന്ന് എന്നെ പിടിക്കും. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം, എനിക്ക് ഇക്കാമ ഇല്ലാത്തതുകൊണ്ട്, വർക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ പോലീസിനെ കൊണ്ടുപോകാം. അപ്പൊ ഇവര് വരുന്ന സമയം ഞാൻ എന്ത് ചെയ്യും, ഈ റൂമിൽ ഇങ്ങനെ അനങ്ങാണ്ട് ശ്വാസം അടക്കി പിടിച്ച് റൂം അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് ഞാൻ ഇരിക്കണം. എൻ്റെ ചെരുപ്പ് പോലും പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇവർ ഒച്ച പോലും കേൾക്കാൻ പാടില്ല. എൻ്റെ ഒരു പ്രശ്നം, ആ സമയത്ത് എനിക്ക് ഉറങ്ങാനും പറ്റില്ല, കാരണം ഞാൻ ഉറങ്ങി അപ്പം കൂർക്കും പിടിക്കും. അപ്പൊ ഞാൻ കൂർക്കും പിടിച്ചാൽ അവരെന്നെ പിടിക്കുമല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും, ഉറങ്ങാതെ ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കും. ശ്വാസം വിടാൻ പാടില്ല, ചുമയ്ക്കാൻ പാടില്ല, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ ഈ 3 മണിക്കൂറുകളോളം ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇവര് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ മര്യാദക്കൊന്ന് ശ്വാസം വിടുന്നത്. പക്ഷെ എങ്കിലും ഈ സമയമൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ബലപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ ഈ സമയത്ത് കർത്താവ് എനിക്ക് തന്നൊരു ബോധ്യം, നീ നിന്റെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ഈ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ മുന്നിലൂടെ പലപ്പോഴായിട്ട് അതൊരു കാണിച്ചു തരുന്നത് പോലെയോ പറഞ്ഞു തരുന്നത് പോലെയോ ഒക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് കാണുകയാണ്. അതില് എൻ്റെ ചെറുപ്പം തൊട്ട് നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങൂല. ഞാൻ ആൾത്താരയില് ശുശ്രൂഷകനായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. എത്ര നല്ലൊരു ജീവിതമായിരുന്നു എൻ്റെ. അപ്പൊ എന്നെക്കുറിച്ച് ആരും മോശമായിട്ടൊരു വാക്ക് പോലും ആ നാട്ടിൽ പറയില്ല. മറ്റുള്ള കുട്ടികളോട് അവരുടെ കാരണവന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ അമലിനെ കണ്ടു പഠിക്ക്, അമലിന്റെ കൂടെ കൂട്ടുകൂടും, അവന്റെ കൂടെ നടക്കും എന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മറ്റുള്ള പിള്ളേരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ വന്ന വഴിക്ക് മുഴുവൻ അന്ന് ആളുകൾ ചോദിക്കും, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നടാ, ജയിക്കോ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ കുറെ പേര് കൂടിയാണ് വരുന്നത്. അപ്പൊ മറ്റുള്ള എല്ലാവരോടും അവരിങ്ങനെ ചോദിക്കും, ജയിക്കോ എന്ന് ചോദിക്കും.
അപ്പൊ അവര് ചിലപ്പോൾ ജയിക്കും, അങ്ങനെയുള്ള മറുപടികൾ പറയും. പക്ഷെ എന്നോട് ഇന്ന് വരെ ആ സമയത്ത് ആരും ചോദിച്ചിട്ടില്ല നീ ജയിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം എന്നോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കെപ്പോഴും ഡിസ്റ്റിങ്ഷനും ഉള്ള മാർക്ക് ഉണ്ടാവും. പിന്നെ ജയിക്കുമോ എന്നൊരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷെ ഞാൻ ഒരിക്കലും വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കർത്താവിനോട് ചേർന്ന് നടന്നതിൻ്റെ ആ ഒരു കർത്താവിന്റെ മഹത്വം അതെന്ന് തന്നെ പറയണം. എൻ്റെ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അത്ര നല്ല സ്വഭാവം എന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത്. പിന്നീട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുന്നത് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു ആദ്യ കുർബാന സ്വീകരണം ഞങ്ങളുടെ പള്ളിയിൽ നടക്കണം. അപ്പൊ ഞാനൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയമൊക്കെ ആയിരിക്കണം. അപ്പൊ ആദ്യ കുർബാനയില് അതില് 12 പേരിലെ പേരിൽ ഞാനും ഉണ്ട്. എൻ്റെയും കാല് കഴുകി മുത്തുന്നുണ്ടാവും. അപ്പൊ ഞാൻ കാല് കഴുകി മുത്താനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ചാണ് കാല് കഴുകൽ ശുശ്രൂഷ വരുന്നത്. അപ്പൊ ഞാൻ അന്ന് കുമ്പസാരിച്ചില്ല, കുമ്പസാരിച്ച് ഒരുങ്ങിയില്ല. എനിക്ക് സമയം കിട്ടിയെങ്കിലും ഞാൻ അതിനൊന്നും പോയില്ല. പക്ഷെ എനിക്ക് പക്ഷെ ഞാൻ ഈ കുർബാന സ്വീകരണത്തിൽ ഞാൻ വിചാരിച്ചു കുർബാന സ്വീകരിക്കണ്ട, അല്ലാതെ കാലിന് മുത്തിന് ഇരിക്കാം എന്ന് ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പപ്പ കുർബാനയ്ക്കുണ്ട്. അപ്പൊ ഈ കുർബാന ഞാൻ സ്വീകരിക്കാതെ പോയിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പോയി കുർബാന സ്വീകരിച്ചു. അപ്പൊ എൻ്റെ മനസ്സെന്നെ വിലക്കുന്നുണ്ട്, സോറി. പക്ഷെ എങ്കിലും ഞാൻ പോയി കുർബാന സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഒരുക്കമില്ലാതെ കുമ്പസാരിക്കാതെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ ശരീരം വെട്ടി വീർത്തു. എനിക്ക് എൻ്റെ തല കറങ്ങുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ, എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. അടുത്തിരുന്നൊരു ചേട്ടൻ എന്നെ പിടിച്ച് പയ്യെ ഇരുത്തി നിലത്തേക്ക് ഇരുത്തി. ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. വേറെ ഞാനിരുന്നു. അത് കഴിഞ്ഞ് കാല് കഴുകൽ മുത്തലിന് തന്നെ ഇരുന്നു. പക്ഷെ ഇത് ഞാൻ കണ്ടിട്ട് അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതം വല്ലാണ്ടങ്ങ് മാറി എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതം, അതുവരെ കർത്താവിന്റെ കൃപയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് അതിൽ നിന്നൊരു സംരക്ഷണം, എനിക്ക് അതിനോടൊരു വെറുപ്പാണ് എൻ്റെ മനസ്സിലുണ്ടായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പാപത്തോട് എനിക്ക് ഒരു താല്പര്യം തോന്നി തുടങ്ങി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിഗരറ്റ് വലിക്കും. എൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രത്തോളം ദേഷ്യം എനിക്കുണ്ടായിരുന്നില്ല. എനിക്കതിൻ്റെ മണം സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനുശേഷം എനിക്കത് വലിയ പ്രശ്നമില്ല. എനിക്കതിനോട് താല്പര്യം തോന്നി തുടങ്ങി. പിന്നെ ഈ തെറികളൊക്കെ, ക്ലാസ്സിൽ പിള്ളേർ തെറിയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ കേൾക്കൂല, ഞാൻ എഴുന്നേറ്റ് പോകും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷെ ഇതിനുശേഷം ഞാൻ പതിയെ തെറിയൊക്കെ കേട്ടു. എനിക്കതിനോട് താല്പര്യം, ഞാൻ പറയുമൊന്നുമില്ല, പക്ഷെ എങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഇതിനോടൊക്കെ എനിക്കൊരു താല്പര്യം. ഇതിൽ ആരാ ചെറി പറഞ്ഞ് ജയിക്കണേന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു താല്പര്യം. അപ്പൊ ശരിക്കും കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, ശരിക്കും അന്ത്യ അത്താഴ വേളയില് യൂദാസ് അപ്പം സ്വീകരിച്ച ഉടനെ പിശാച് അവനിൽ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്ന പോലെ, ഇത് അങ്ങനെയൊന്നും ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ വചനം പറയുന്നത് പോലെ അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നതും ദുർബലരായിരിക്കുന്നതും പലരും മരിച്ചു പോകാൻ കാരണമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അയോഗ്യതയോടെയുള്ള ആ ഒരു കുർബാന സ്വീകരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ തകർച്ചയുടെ ഒരു തുടക്കമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാപത്തോട് താല്പര്യം തോന്നി തുടങ്ങിയാണ്. ഞങ്ങളുടെ ഒരു മദ്യപാനം ആരംഭിച്ചു. പതിയെ മദ്യപാനം അങ്ങനെയല്ല ആരംഭിച്ചത്, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കുടിക്കും, അന്ന് വീടുകളിൽ കുടിക്കും, ഞങ്ങൾക്ക് കുറേശ്ശെ തരുന്ന ഒരു കാലം. അപ്പൊ ഈ പറഞ്ഞതുപോലെ എൻ്റെ പപ്പയുടെ ഒരു അനിയന്റെ വിവാഹം നടക്കുകയാണ്. അപ്പൊ ഞാനും എൻ്റെ ഒരു അനിയനും, വല്യപ്പന്റെ മോനാണ്, അനിയനും കൂടി ചെന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് മദ്യപിക്കുകയാണ്, പരസ്യമായിട്ട് മദ്യപിക്കുന്നു. കല്യാണത്തിന്റെ തലേദിവസം വരും, മദ്യപാനം നടക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് മേമയോട് ചോദിച്ചു, ഞങ്ങൾക്കില്ലേന്ന് ചോദിച്ചു. അപ്പൊ മേമയ്ക്ക് ഇത് എങ്ങനെ തന്നോന്നോ ഇതെങ്ങനെയാണ് ഒഴിക്കണേന്ന് അറിയില്ല. അപ്പൊ മേമ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഓരോ ഗ്ലാസ്സിൽ എടുത്തു വെച്ച് ഒഴിച്ചു. ഒരു 3/4 ഗ്ലാസോളം, ഞാൻ 5ൽ പഠിക്കണം, അവൻ 4ൽ പഠിക്കണം, ഞങ്ങൾക്ക് ഒഴിച്ചു തന്നു. ഇതില് വെള്ളം ചേർക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളങ്ങ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ശരിക്കും പുകഞ്ഞു പോയി എന്ന് തന്നെ പറയണം. അത് എല്ലാവരും കുടിക്കണം. അപ്പൊ ആ ഒരു ഹരമാണ്, അങ്ങനെ കുടിച്ചതാണ്. ഇത് എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഞാൻ അവനിങ്ങോട്ടേ കൂടി കെട്ടിപ്പിടിച്ച് കുറച്ച് ദൂരം നടന്നു. അത് കഴിഞ്ഞ് ആ വീണെടുത്ത് ഞങ്ങൾ രണ്ടുപേരും രാവിലെ വരെ കിടന്നുറങ്ങി. പക്ഷെ അങ്ങനെ ഒരു അനുഭവം. അപ്പൊ ഇത് പിന്നീട് താല്പര്യമായി. കർത്താവ് ഇതിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, മദ്യം അവനവന്റെ കുടുംബത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മദ്യവും ലഹരിയും അവനവന്റെ കുടുംബത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഓരോരുത്തരും മക്കളെയാണെങ്കിലും എത്രയെല്ലാം മറച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തുന്ന ആ പാമ്പ് നിശ്ചയമായും നാളെ നമ്മുടെ മക്കളെ കൊത്തിയിരിക്കും. ഒരു സംശയവും നിങ്ങൾ അതിൽ വിചാരിക്കണ്ട. എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മദ്യം അത് എന്നെ കൊത്തി.
അത് ഇന്ന് ആരെങ്കിലും മദ്യം ഉപയോഗിക്കുന്നുണ്ട്, ഈ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയാണ്. ആരെങ്കിലും ലഹരി വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, ഈ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ആരോഗ്യം നശിക്കും എന്നതിലുപരിയായിട്ട് ഇത് നാളെ നിങ്ങൾ ഓരോരുത്തരെയും മക്കളെ കൊത്തുന്ന പാമ്പ് ഇത് തന്നെയായിരിക്കും. അതിലൊരു സംശയം വിചാരിക്കേണ്ട. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് എൻ്റെ ജീവിതം ശരിക്കും എന്താ പറയുക, ഒരു എന്നെ നന്മയായിരുന്നു അല്ലെങ്കിൽ അവന്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾ എന്നെ നോക്കി അവരുടെ മക്കളോട് പറയേണ്ട, അവരെ കൂടെ നടന്നാൽ നിന്നെ വീട്ടിൽ കയറ്റൂല, വേറെ ആരെയും നിനക്ക് കൂടെ കൂട്ടാനില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ ജീവിതം മാറി. അത്രത്തോളം എൻ്റെ ജീവിതം പാപത്തിനടിമയായി. ഞാൻ കുറേശ്ശെയൊക്കെ വീട്ടിൽ നിന്ന് പൈസകൾ എടുത്തു തുടങ്ങി. അത്യാവശ്യം മിഠായി മേടിക്കൽ, കൂട്ടുകാരോട്, അങ്ങനെയൊക്കെ ഞാൻ പൈസകൾ എടുത്തു തുടങ്ങി. പതിയെ മദ്യപാനം സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ തുടങ്ങി. എൻ്റെ ജീവിതം ശരിക്കും വഴി മാറി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. എൻ്റെ പഠനം താളം തെറ്റി തുടങ്ങി. അത്രയേറെ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നോട് ദേഷ്യമായി തുടങ്ങി. കാരണം എനിക്ക് അത്രത്തോളം മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നവരെ എനിക്ക് മാർക്ക് കുറയുന്നതും ഞാൻ എൻ്റെ ഈ വഴിവിട്ട ഉഴപ്പും ജീവിതമൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്ക് എന്നോട് മിണ്ടാൻ പറ്റുന്നില്ല. അത്രത്തോളം ദേഷ്യമായി എനിക്ക്. 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ടു പോയി എന്ന് തന്നെ പറയണം. ശരിക്കും ഞാൻ ഒത്തിരി പാപത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ പാപം ചെയ്ത പല വ്യക്തികളും ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും, പിന്നെ എൻ്റെ ജീവിത പങ്കാളിയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം രഞ്ജിത്തേണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇടേണ്ടി വരും, എൻ്റെ ആത്മാവിന് ശാന്തി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് ഒരു പരിധി വിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ എങ്കിലും പ്രിയപ്പെട്ടവരെ, കുത്തഴിഞ്ഞൊരു ജീവിതം അത് ഏതൊരു മേഖലകളിൽ എടുത്താലും ഞാൻ എൻ്റെ പ്രായം വെച്ചല്ല, എനിക്കൊരു മനുഷ്യനെ പേടിയില്ല. എനിക്ക് എൻ്റെ അപ്പനെ പേടിയില്ല, അമ്മയെ പേടിയില്ല, ബന്ധുക്കളെ പേടിയില്ല. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ഞാൻ പൈസ വീട്ടിൽ നിന്ന് എടുക്കും, ഞാൻ മദ്യപിക്കും, ഞാൻ പുകവലിക്കും, ഞാൻ അമ്പലപ്പറമ്പുകളിൽ പോയി ഞാൻ കാശ് വെച്ച് ചീട്ടുകളി. എന്നെ ഒരു വ്യക്തി പറഞ്ഞാൽ ഒരു മയമില്ലാതെ ഞാൻ പ്രതികരിക്കും. അതിപ്പോൾ തെറി പറയണമെങ്കിൽ തെറി പറയും, ഞാൻ തല്ലണേ തല്ലും. എനിക്കൊരു മനുഷ്യനെ പേടിയില്ല, എനിക്ക് മരിക്കാനും പേടിയില്ല, നാളെ എന്നെ എന്ത് സംഭവിക്കുന്നു എനിക്ക് ഒരു പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക്. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ആ ഒരു സമയത്തേക്കൊക്കെ വന്നപ്പോഴത്തേനും എൻ്റെ പാപം ശരിക്കും അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക്. ഞാൻ മദ്യപിച്ച് ഈ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ രാത്രി പോയി കള്ളറക്കാൻ പോകും. കള്ളറക്കി രാത്രി കുടിച്ച് പലപ്പോഴും ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ പള്ളിയിൽ വരുന്ന ഇതുപോലെ മദ്യപിച്ച് മദ്യകെട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അതുപോലെ എന്നിലൂടെ അനേകര് പാപത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥ. ഞങ്ങളുടെ നാട്ടിൽ കാശ് വെച്ച് ചീട്ടുകളിയൊന്നും ആ യുവജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവർ, എന്നിലൂടെയാണ് ശരിക്കും അതൊക്കെ വന്നത്. ഞങ്ങളുടെ നാട് മൊത്തം, ഒരു നാട് മൊത്തം കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. പലരും എന്നിലൂടെ മദ്യപാനം പഠിച്ചു. അതുപോലെ ഞാൻ മുസ്ലിം പള്ളികൾ, ഞാൻ പഠിച്ചതൊരു മുസ്ലിം കോളേജിലാണ്, ഞാൻ അവിടെ പോയി നിസ്കരിക്കും. അതുപോലെ ഞാൻ അമ്പലങ്ങളിൽ നിന്ന് തൊഴും. എനിക്കിതൊന്നും ഒരു ഭയമില്ല, പാപബോധമില്ല. ശരിക്കും ഞാനൊരു പൈശാചിക അടിമത്തത്തിലൊരു വ്യക്തി, ആ ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറി. ഞാൻ പിശാചിന്റെ പ്രേരണയിൽ ജീവിക്കുന്നു എന്നല്ല, ഞാൻ ഒരു പിശാചായി അല്ലെങ്കിൽ ഒരു പിശാചിന് പൂർണ്ണമായി എന്നെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പൈശാചിക സ്വാധീനമുള്ളൊരു വ്യക്തി ആയിട്ട് ഞാൻ രൂപാന്തരപ്പെട്ടു. ശരിക്കും ആ ഒരു അവസ്ഥ. കാരണം ഞാൻ പാപം ചെയ്യുന്നു എന്നതിലുപരി എന്നിലൂടെ അനേകർ പാപത്തിലേക്ക് വീഴുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം എത്തി. പക്ഷെ ഇതിനൊപ്പം തന്നെ എൻ്റെ കുടുംബം തകർന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ ഡിപ്ലോമയ്ക്ക് പോയി. അവിടെയും ഈ പറഞ്ഞതുപോലെ എൻ്റെ പഠിത്തമൊക്കെ ശരിക്കും ഉഴപ്പിപ്പോയി. ഞാൻ ഡിപ്ലോമയ്ക്ക് ചെന്നിടത്താണെങ്കിലും തെറി കൊണ്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതും ഏറ്റവും കൂടിയ തെറി, തല്ല്, ബഹളം, എല്ലാ മേഖലകളും. ഒരു പാപത്തിൻ്റെ എന്നല്ല, എന്തെല്ലാം പാപം ഈ ലോകത്തിലുണ്ട് ആ പാപത്തിന്റെ സകല മേഖലകളിലും എൻ്റെ അടിമത്തം, അത്ര ഒരു അടിമത്തത്തിലേക്ക് ഞാൻ ചെന്ന് അധപ്പതിച്ചു പ്രിയപ്പെട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നൊരു സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഡിപ്ലോമയ്ക്ക് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. അതിനുശേഷം ആ സമയത്ത് എൻ്റെ കുടുംബത്തിൽ കടബാധ്യതകൾ കുറേ പപ്പയ്ക്ക് ചിട്ടിയുടെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൂടെ കുറേ കടബാധ്യതകൾ വന്നു. അവസാനം പിടിച്ചു നിൽക്കാതെ പപ്പ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ദൈവവിശ്വാസം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. പപ്പ ആത്മഹത്യ ചെയ്തതോടെ കുടുംബത്തിന്റെ നിയന്ത്രണമാകെ നഷ്ടപ്പെട്ടു. സാമ്പത്തിക ബാധ്യതകളെല്ലാം വന്നു. ഇതിന് വേറൊരു വഴികളില്ല. ഞാൻ ശരിക്കും തളർന്നു. കാരണം ആ സമയത്താണ് ഞാൻ ഈ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഇവരെല്ലാം എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. പൈസ കൊടുക്കാൻ നിർവാഹമില്ല, കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കാൻ നിർവാഹമില്ല, പെങ്ങളൊരാൾ പഠിക്കണു, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയത്താണ് ഞാൻ ചെറുപ്പത്തിൽ ചൊല്ലിയിരുന്ന കൊന്തയും ഈശ്വരൻ, ദൈവമുണ്ട്, ഈ കർത്താവുണ്ടെന്നൊക്കെ ചിന്തയിൽ ആ സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥനയിലേക്ക് തിരിയാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു തുടങ്ങി. പ്രാർത്ഥന ശക്തമാക്കി. കാരണം ആ സമയത്ത് എനിക്കൊരു നിർവാഹമില്ല. പക്ഷെ എൻ്റെ ദുശീലങ്ങളൊക്കെ കുറഞ്ഞിട്ടില്ല. അതായത് ബാക്കിയുള്ള കുറേ ദുശീലങ്ങളും കുറഞ്ഞെങ്കിലും മദ്യപിക്കാനൊന്നും നേരം കാശില്ല, അതുകൊണ്ട് മദ്യപാനം ഇല്ല. പക്ഷെ എങ്കിലും പുകവലിക്കും, അങ്ങനെയുള്ള കാര്യം. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പുകവലിക്കും, മദ്യപിക്കും, ഇതെല്ലാം വീട്ടിൽ തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഞാനിരുന്ന് ചങ്ക് പൊട്ടിയിരുന്ന് പ്രാർത്ഥന തുടങ്ങി.
കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്നോട് കരുണ കാണിച്ചു. എൻ്റെ ജോലി മേഖലകൾ കർത്താവ് പലപ്പോഴും തുറന്നു. ആദ്യം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് കയറി, ഒരു 3 മാസം കഴിയുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടൊരു ജോലി. അപ്പോൾ എനിക്ക് പതിയെ പിടിച്ചു നിൽക്കാം, എൻ്റെ കടബാധ്യതകൾക്ക് ഒരു അവധി പറയാൻ ഒക്കെ പയ്യെ പറ്റി തുടങ്ങി. കാരണം വലിയ കടബാധ്യതകളാണ്. താമസിക്കുന്ന വീട് വിറ്റാൽ പോലും ആ സമയത്ത് കടബാധ്യതയൊന്നും തീരില്ല. അത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ എൻ്റെ ജോലി മേഖലകൾ കർത്താവ് തുറന്നു തുടങ്ങി. അപ്പോൾ ജോലി മേഖലയിൽ ഒന്ന് പതിയെ ഇതായി കഴിഞ്ഞപ്പോൾ ഓരോ ജോലികൾ മെച്ചപ്പെട്ട് ഓരോരോ ജോലികളിലേക്ക് മാറി തുടങ്ങിയപ്പോൾ എൻ്റെ സാമ്പത്തിക മേഖലകൾ കുറേയൊക്കെ ഒന്ന് ഭദ്രമായി തുടങ്ങി. കടബാധ്യതയൊന്നും മാറിയില്ലെങ്കിലും കുടുംബത്തിന്റെ അന്നന്നത്തെ കാര്യങ്ങൾ നടന്നുപോയി. അപ്പൊ കിട്ടുന്ന പൈസയിൽ ഞാൻ വീണ്ടും മദ്യപിക്കും. പണ്ടത്തെ പോലെ അത്രയും മദ്യപാനം ഇല്ല, എന്നിരുന്നാലും വീണ്ടും മദ്യപിക്കും. അപ്പോഴും ആളുകൾ പറയും, പണിക്ക് പോയിട്ട് കുറച്ച് അടിക്കും, അത്രയല്ലേ ഉള്ളൂ. ആ ഒരു രീതിയിലായി. എന്നാൽ നേരത്തെ അത്രയും ഇതില്ലാത്ത അവസ്ഥ. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. അപ്പൊ ഗൾഫിലേക്ക് ചെന്നതിന് ശേഷമാണ് എൻ്റെ കടബാധ്യതകളെല്ലാം കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ സമയമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മദ്യപാനമൊക്കെ നിർത്തി. കാരണം എനിക്ക് എങ്ങനെയും ഒരു വാശിയായി, ഇതെങ്ങനെയും നിൽക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് കർത്താവ്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഈ ഗൾഫിൽ പോകുന്നത് പോലും വലിയ അതിശയമാണ്. കാരണം ആ ഇടയ്ക്ക് വന്ന ഒരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ നാളുകാർക്ക് ഒരിക്കലും ഗൾഫിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ജന്മത്തിന് ഗൾഫ് പുറത്ത് ഇന്ത്യയുടെ പുറത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവാണല്ലോ, ജ്യോതിഷനല്ലോ നടത്തണേ. ഞാൻ പുറത്തു പോയി. എൻ്റെ സകല കടബാധ്യതകളും ഞാൻ അവിടെ ചെന്ന് എൻ്റെ സകല കടബാധ്യതകൾ തീർത്തു. എൻ്റെ വീട് പുതുക്കി പണിതു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അതിനൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്യാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായി. ഈ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേനും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഞാൻ സേഫായി, സത്യത്തിൽ അത്യാവശ്യം ബാലൻസായി. അത്ര ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കർത്താവിനെയൊക്കെ ഞാൻ മാറ്റിവെച്ചു. പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ട്, അത്യാവശ്യം ജപമാലയൊക്കെ ചെല്ലും. പക്ഷെ എൻ്റെ പാപങ്ങളൊക്കെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതും പൂർവാധികം ശക്തിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ സൗദി അറേബ്യയിൽ നിങ്ങൾക്കറിയാം, മദ്യപാനം അത്ര സാധിക്കാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സൗദിയിൽ നിന്ന് വിസ എടുത്ത് ഞാൻ ബഹറിന് പോയിട്ട് അവിടെ പോയി മദ്യപിക്കുന്ന ഒരവസ്ഥ. കാശൊന്നും എനിക്കൊരു പ്രശ്നമല്ല, കാരണം അത്രത്തോളം വരുമാനമുണ്ട്. ആ ഒരു അവസ്ഥയിൽ എൻ്റെ ജീവിതം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നിന്ന് ആ ഒരു പാപ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ഈ തകർച്ചകളിലൂടെ പതിയെ തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചു തന്നത്. അപ്പൊ ഇതെല്ലാം കർത്താവ് എനിക്ക് കാണിച്ചു തന്നാണ്. അപ്പൊ ഞാൻ ഈ ബ്രദറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഞാൻ രക്ഷപ്പെടുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈശോ കാണിച്ചു എന്ത്, കഴിഞ്ഞ കാല ജീവിതം കാണിച്ചു തന്നതാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത്. അപ്പൊ ഈശോ കാണിച്ചു തന്നു, ഇങ്ങനെയാണ് നീ ജീവിച്ചത്, ഇത് കൊണ്ടാണ് നീ തകർന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈശോ കാണിച്ചിട്ടാണ്, ഇങ്ങനെ ജീവിച്ച നീ, ഇതാണ് നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം. നീ ഇവിടെയാണ് നീ കറക്റ്റ് ചെയ്യേണ്ട മേഖലകൾ. ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നിന്നിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലകൾ നീ കറക്റ്റ് ചെയ്യണം എന്ന് ഈശോ എനിക്ക് കാണിച്ചു തരാണ്. അപ്പോഴും പല രീതിയിൽ ഈശോ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ അധികരിക്കുന്നു. എനിക്ക് എൻ്റെ കഴിവുകൊണ്ടൊന്നും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഭയമില്ല. കാരണം എന്താ? പ്രശ്നങ്ങളിലേക്ക് ഞാൻ നോക്കുന്നില്ല. നാളെ എന്ത് സംഭവിക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയൊന്നും കർത്താവ് എനിക്ക് അനുവദിക്കുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് കർത്താവ് അനുവദിക്കുന്നില്ല. അപ്പൊ ആ സമയമായപ്പോഴത്തേനും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി, രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോഴും തകർച്ചയിൽ ഒത്തിരി കൂടിയ സമയത്ത് അത് കുറേ കാര്യങ്ങളുണ്ട്, ഒത്തിരി തകർച്ചകളുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അധികം കിടക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എങ്ങും എത്തില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയി. അപ്പോഴും എനിക്ക് വൈഫിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇക്കാമയില്ല, വർക്ക് പെർമിറ്റ് ഇല്ല. അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, എനിക്ക് ജോലിയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഈ ഒരു അവസ്ഥ. വാടകയില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോൾ വൈഫിനൊരു ഏകദേശം ഒരു 6 മാസമൊക്കെ പ്രഗ്നൻസി ആയ സമയത്ത് എനിക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം വേറെ മുന്നോട്ട് പോകാൻ മാർഗങ്ങളില്ല. പിന്നെ ഇനി വാടക കൊടുക്കാണ്ട് അവരെന്നെ പിടിച്ചു. പിന്നെ എനിക്ക് പുറത്ത് ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എന്താ, ഒരു ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ അന്ന് 2ാമത്തെ ദിവസമായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ. അപ്പൊ ഈ കൂടെ താമസിക്കുന്ന ആ റൂമിലുള്ളവരുടെ, ഞങ്ങൾ ഒറ്റ കിച്ചനാണ്, അപ്പൊ അവരുടെ അരി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ചോറ് മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഇവരുടെ അരി ഒരു പിടി എടുത്ത്, ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചെന്നിട്ട് ഇവരുടെ ഗ്യാസ് ഇരിക്കുന്നു, അതിൽ തന്നെ വെള്ളം വെച്ച് ഇവരുടെ അരി എടുത്ത് ഞാൻ ഇടുകയാണ്. ഞാൻ ഒരു പടി അരി ഇങ്ങനെ എടുത്തിട്ട് ഇടാൻ നേരത്തെ കർത്താവ് എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ അന്നേരം ഇരുന്ന് വായിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഏസാവ് ഒരു പാത്രം പായസത്തിന് വേണ്ടി മൂത്തപുത്ര സ്ഥാനം വിറ്റു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ കർത്താവ് ഇതൊക്കെ വെറുതെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പിടി അരി എടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പോയപ്പോൾ കർത്താവ് എന്നോട് പറയാണ്, മോനെ, ഏസാവ് ഒരു പിടി അരിക്ക് ഒരു പാത്രം പായസത്തിന് വേണ്ടി മൂത്തപുത്ര സ്ഥാനം വിറ്റു എന്നുള്ളതിനല്ലേ നിനക്ക് സംശയം? ഒരു പിടി അരിക്ക് വേണ്ടി നീ ദൈവപുത്ര സ്ഥാനമാണ് വിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. കാരണം ഒരു പിടി അരിയാണെങ്കിലും അത് കളവ് തന്നെയാണ് എന്ന് കർത്താവിനോട് പറഞ്ഞു.
അപ്പൊ തന്നെ ഞാൻ ആ അരി അവിടെ ഇട്ടു, ഇത് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ കർത്താവ് ആ സമയങ്ങളിൽ എനിക്ക് ഓരോ വചനങ്ങളുടെ അർത്ഥം എന്താണെന്നൊക്കെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു ദിവസം ഒരു മൂന്നാമത്തെ മാസമായപ്പോഴത്തേനും നായിക്കനാമ്പറമ്പിലച്ഛന്റെ ഒരു ധ്യാനം വന്നു. അപ്പൊ എന്റെ ഈ കൂട്ടുകാരൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ധ്യാനത്തിന് പോവാണ്. ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. കർത്താവ് ഞങ്ങൾ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോകാൻ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും പോയി. പോലീസിന്റെയൊക്കെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവിടെ ചെന്ന് ധ്യാനത്തിലിരുന്നിട്ട് എൻ്റെ രണ്ട് കണ്ണീർ ഇങ്ങനെ കണ്ണീര് ഒഴുകുകയാണ്. എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നത്, എനിക്കറിയില്ല. അപ്പൊ രണ്ട് കണ്ണിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പൊ ഇതിനുശേഷം കുർബാനയാണ്. കുർബാനയ്ക്ക് കാഴ്ചവെപ്പുണ്ട്. അപ്പൊ കാഴ്ചവെപ്പാകുമ്പോൾ അവിടെ സൗദിയിലാണ്, എല്ലാവരുടെ അടുത്ത് പൈസയുണ്ട്. അപ്പൊ എല്ലാവരും പൈസ ഇടും. അപ്പൊ എൻ്റെ കയ്യിൽ അന്ന് ഒരു റിയാൽ പോലും ഇല്ല. ഈ കുർബാനയ്ക്ക് കാഴ്ചവെപ്പിന്റെ സമയത്ത് ഇടാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു റിയാൽ പോലും ഇല്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറയാണ്, കർത്താവ് ഈ കാഴ്ചവെച്ച സമയം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സത്യത്തിൽ കരയാണ്. എൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഞാൻ ഈ പൈസ ഇടുമ്പോൾ നോക്കി, ഞാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇവനെ എത്ര ഇട്ടു എന്നറിയാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സമയമായപ്പോൾ ഞാൻ പതിയെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ പയ്യെ ഇറങ്ങിപ്പോയി. കാരണം ഞാൻ ചങ്ക് പൊട്ടി ഇറങ്ങിപ്പോണേ. കാരണം സൗദി അറേബ്യയിൽ നിൽക്കുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നു സൗദി അറേബ്യയിൽ. എൻ്റെ കയ്യിൽ ഒരു റിയാൽ എടുക്കാനില്ല. ആ ഒരു റിയാൽ കർത്താവിന് കാഴ്ചയിടാൻ എൻ്റെ കയ്യിലില്ല. എനിക്ക് നിലവിളിക്കണോ അതോ ഇതെല്ലാം കൂടെ കൂടി വലിച്ചു വാരിയിട്ട് കത്തിക്കണോ എനിക്കറിയില്ല എന്താ ചെയ്യണത്. ഞാൻ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാനൊരു ടോയ്ലറ്റിൽ കയറി ഞാൻ വാതിലടച്ചിരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, കരയാനും പറ്റണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ ബാത്റൂം ആകെ വൃത്തിയായിട്ട് കിടക്കാണ്. അതിൽ ആളുകൾ യൂറിൻ പാസ് ചെയ്തും എല്ലാം ആകെ ചെളിയിട്ട് ചവിട്ടി കയറിയൊക്കെ ആകെ അഴുക്കായിട്ട് കിടക്കാണ്. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവേ എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒരു റിയാലില്ല, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ആ ടോയ്ലറ്റ് ഞാൻ വൃത്തിയാക്കി. അവിടെ ആ ടോയ്ലറ്റ് അടച്ചിട്ട് ഞാൻ ആ ടോയ്ലറ്റിന്റെ അകം ഫുൾ വൃത്തിയാക്കി, നല്ല നീറ്റാക്കി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാഴ്ചവെക്കാൻ ഇതേ ഉള്ളൂട്ടോ കർത്താവ് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ബാക്കി കുർബാനയ്ക്ക് കയറി. ഇത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അമലെ കർത്താവിനോട് പറഞ്ഞു, ഒരു ATM കാർഡ് എൻ്റെ പോക്കറ്റ് വെച്ച് പറഞ്ഞു, ഇതെൻ്റെ സാലറി അക്കൗണ്ടിന്റെ കാർഡാണ്, ഇതിൽ 3000 റിയാൽ കിടക്കുന്നുണ്ട്, അതിന്റെ പിൻകോഡ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് കർത്താവ് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം എനിക്ക് ആവശ്യമില്ല, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കണ്ണീര് കർത്താവ് കണ്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആ ബാത്റൂം ക്ലീൻ ചെയ്ത് എൻ്റെ കർത്താവിന് കാഴ്ച വെച്ചത്, അത് അവന്റെ സന്നിധിയിൽ എത്തി എന്നുള്ളത്, ഈ 3000 റിയാൽ കിട്ടി എന്നതിലുപരി എനിക്കൊരു വലിയൊരു എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കർത്താവിൻ്റെ ഒരു സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടത്. അതിനുശേഷം ഞാൻ തിരിച്ചുപോയി. അതിനുശേഷം പിന്നീട് ഒരിക്കൽ ഞാൻ വീണ്ടും ഈ ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രാർത്ഥിക്കാൻ ചെന്നത് ഈ ബ്രദർ എന്നോട് പറഞ്ഞു, കർത്താവ് വചനപ്രഘോഷണം വരം നൽകി നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ നായിക്കനാമ്പറമ്പിൽ അച്ഛന്റെ വചനപ്രഘോഷണത്തിലൂടെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ എൻ്റെ ആഗ്രഹം കൊണ്ടൊന്നുമല്ല, എങ്കിൽ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വചനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനോടൊക്കെ, എനിക്കും ഒരു വചനപ്രഘോഷകനാവണം, അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടനെ പോലെ ഇരുന്ന് ചോദിക്കാം, കർത്താവേ എനിക്ക് വചനം പ്രഘോഷിക്കാനുള്ള വരം തരണമേ എന്ന് പറഞ്ഞിട്ടല്ലേ പ്രാർത്ഥിക്കണേ, വെറുതെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ പ്രാർത്ഥന ഒരു പൊട്ടന്റെ പ്രാർത്ഥനയാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ കർത്താവ് അന്വേഷിച്ചു വരുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, പക്ഷെ ആ ബ്രദർ അങ്ങനെ പറഞ്ഞു, അങ്ങനെ നിനക്കൊരു വരം ഈശോ തന്നിട്ടുണ്ട് എന്ന്. അപ്പൊ അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന വീണ്ടും കൂട്ടി. അപ്പൊ ഒരു 7-ാം മാസമൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടി, വരുമാനമില്ല, ഒന്നിനും നിവൃത്തിയില്ല. അപ്പോൾ വൈഫിന് ജോലി ഉണ്ട്, അത് മാത്രമാണ് ആഗോളം വരും. പക്ഷെ വൈഫിന് കിട്ടുന്ന സാലറി ഞങ്ങളുടെ പലിശ കൊടുക്കാൻ പോലും തികയില്ല ആ സമയത്ത്. അത്രയും പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ശരിക്കും വൈഫിന് ദൈവം തന്ന പങ്കാളിയുടെ സ്നേഹമൊക്കെ ഞാൻ അറിഞ്ഞത് അവിടെയാണ്. ഞാൻ ശരിക്കും എൻ്റെ വൈഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എന്തെങ്കിലും വരുമ്പോൾ ഇവളെ കുറ്റപ്പെടുത്തി ഞാൻ പറയും, ബുദ്ധിയില്ലാത്തവളും മന്ദബുദ്ധി, എന്തിനു കൊള്ളാമില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വലിയ ബുദ്ധിയുള്ളവളും വലിയ കഴിവുള്ള ആൾക്കാരും കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് വിജയമെന്നാണ് ഞാൻ സത്യം വിചാരിച്ചു വരുന്നത്. പക്ഷെ കർത്താവിനെ കാണിച്ചു തരായിരുന്നു. കാരണം എൻ്റെ വൈഫിന് ഈ 1,00,000 റിയാൽ സാലറി വരും, 1,00,000 രൂപ സാലറി വരുമ്പോൾ ഇവളത് ചെയ്യുന്നത്, ഇവളുടെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആയാൽ നേരെ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഷയ സാലറി വന്നിട്ട് ഞാൻ ഷയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുണ്ട്, ഇനി ആരോടെങ്കിലും കടം ചോദിക്കണം. ഇതാണ് ഇവൾ എന്നോട് ചോദിക്കണേ. പക്ഷെ ഞാൻ അവിടെയാണ് അതിന്റെ സ്നേഹം അറിയുന്നത് കർത്താവിന്റെ. കാരണം മറ്റൊരു വ്യക്തി ആയിരുന്നെങ്കിൽ, ബുദ്ധിയുള്ള കഴിവോ കൂടി, എൻ്റെ ഭാര്യയ്ക്ക് കഴിവില്ല എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞത്, എൻ്റെ കാഴ്ചപ്പാടി കഴിവില്ലായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ കഴിവ് കൂടിയ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കില്ല, എങ്ങനെ തകർന്നു, എന്ത് ചെയ്തിട്ട് കടം വന്നു, ഇതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം വന്നിരുന്നെങ്കിൽ, പിറ്റേ ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ബാക്കിയെല്ലാം തകർന്നിരിക്കണവന് ഈ ഒരു ചോദ്യം കൂടെ നിൽക്കണവരിന്ന് താങ്ങാൻ പറ്റില്ല. എന്നോട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ച പല പ്രാർത്ഥനക്കാരും എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്തിട്ട് കടം വന്നേന്ന്. അവർക്ക് ഇതിലൊരു ബാധ്യതയില്ല, എൻ്റെ കടത്തിൽ അവർക്കൊരു ബാധ്യതയില്ല, അവർ കട അടക്കണ്ട.
പക്ഷെ അവരെന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്തിട്ട് ഈ കടം വന്നു ചോദിച്ചു. എന്റെ ജീവിത പങ്കാളി ഒരു വാക്കുകൊണ്ട് പോലും എന്നോട് ചോദിച്ചില്ല ആ സമയത്ത്, എന്തുകൊണ്ട് ഈ കടം വന്നു. എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, ആ സാലറി വന്നു, അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ ആരോടെങ്കിലും കടം മേടിക്കണോ ഇത് ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവൾക്ക് ഒരു നേരത്തെ ഫുഡ് വേണമെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കും, ഞാൻ ഒരു നേരത്തെ ഫുഡ് മേടിച്ചോട്ടെ, എനിക്ക് അതിനുള്ള പൈസ അയച്ചു തരാമെന്ന്. പ്രിയപ്പെട്ടവർ, ഞാൻ കരഞ്ഞുപോയി. എന്താണ് ദൈവം ചേർന്ന ഇണയെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് ഒക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ അറിയുന്നത്, ഞാൻ മനസ്സിലാക്കിയതൊക്കെ അപ്പോഴാണ്. പ്രിയപ്പെട്ടത്, നമുക്ക് എല്ലാം ഉള്ളപ്പോഴൊന്നും ഇതിന്റെ വില അറിയില്ല. ദൈവം തന്നെ എന്റെ വില അറിയണമെങ്കിൽ തകരണം ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിലെ തകർച്ചയാണ് പ്രിയപ്പെട്ടവർ. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ റൂമിന് ഞാൻ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അത് കഴിഞ്ഞ് എനിക്ക് താമസിക്കാൻ വഴിയില്ല. ഞാൻ ഈ ഒരു അവസ്ഥയിലാണെന്ന് ഒരു മനുഷ്യനറിയില്ല. ഞാൻ അവിടെ പണി നടന്നുകൊണ്ടിരുന്ന ഒരു ബിൽഡിങ്ങിൽ ഞാൻ ആരും അറിയാതെ താമസിച്ചു. അവിടെ പണി പൂർത്തിയാകാത്ത ഒരു പകുതി പണി നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവിടെ ആരുമില്ല, അവിടെ ആരും കയറി വരില്ല. അപ്പൊ പകലും രാത്രിയൊക്കെ ഞാൻ അവിടെ തന്നെ. അപ്പൊ എൻ്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാനൊന്നും പൈസ ഇല്ല. പക്ഷെ എങ്ങനെയൊക്കെ എൻ്റെ കർത്താവ് നടത്തി. അപ്പൊ ആകെ ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇത് മാത്രം, ആകെ ഒരു ഫോൺ ഉണ്ട്, ബൈബിളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ജീവിത പങ്കാളികളുടെ ഫോണിൽ വിളിക്കും. എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, എനിക്ക് വർക്ക് പെർമിറ്റ് ഇല്ല. അപ്പൊ ഫോണിൽ വിളിക്കും, ഞങ്ങൾ ഇരുന്ന് ജപമാല ചൊല്ലും. ഞങ്ങൾ 3-4 ജപമാല 5 ജപമാല ഫോണിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ചെല്ലും, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നിട്ട് വചനമേറ്റു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ബലമായി തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, അത് നോക്കുന്നില്ല. അപ്പൊ ഈ വചനമേറ്റു പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും തോറും കർത്താവ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ അന്ന് പ്രാർത്ഥിച്ചതെന്ന് പറയുന്ന കർത്താവ്, ആ ബ്രദർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീ പലിശയ്ക്ക് വാങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ കർത്താവിന്റെ വചനമായിട്ട് എടുത്തു. ഞാൻ പലിശയ്ക്ക് വാങ്ങാൻ ഞാൻ വലിയ വാങ്ങില്ല എന്നൊരു തീരുമാനം എടുത്തു. അത് ഞാൻ കർത്താവ് തന്നുകൊണ്ട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ പലിശയ്ക്ക് വാങ്ങാതിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളിൽ ആരെങ്കിലും പലിശയ്ക്ക് കൊടുക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ സത്യം വെച്ചുകൊണ്ട് പറയുകയാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം പരിഗണിക്കുന്നില്ല. ഇന്ന് ദൈവം വെളിപ്പെടുത്തി തരികയാണ്, പലിശയ്ക്ക് കൊടുക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതി വെക്കുന്ന കണ്ണീരാണ് ഓരോ തുള്ളി. നിങ്ങൾ വാങ്ങുന്ന പലിശയ്ക്ക് വാങ്ങുന്ന ഓരോ രൂപയും നാളെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന കണ്ണീരാണ്. ആ കണ്ണീര് നിങ്ങളുടെ മക്കൾ ഇവിടെ അനുഭവിക്കാതെ പോവുകയില്ല. ഞാനിത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞത് കൊണ്ടും ഞാൻ കണ്ടത് കൊണ്ടും ഞാൻ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളത് അവസാനിപ്പിക്കണം. ആ പലിശ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് വിളിച്ച പലിശ വേണ്ട എന്നെങ്കിലും പറയണം. നിങ്ങൾ ആ മുതൽ നിങ്ങൾ എങ്ങനെയും തിരിച്ചു വാങ്ങിക്കോ, പലിശയെങ്കിലും നിങ്ങൾ വേണ്ടാന്ന് നിങ്ങൾ വെക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും തകർച്ചയാണ്, മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ തകർച്ചയായിട്ട് മാറും. കർത്താവ് ഇപ്പൊ പലിശയുടെ കാര്യം പെട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ, ഒരു മാസത്തോടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വെക്കേഷൻ പോകേണ്ട സമയമായി. അപ്പൊ വെക്കേഷൻ പോകാൻ പൈസ ഇല്ല. അപ്പൊ അതുവരെ ഇവൾക്ക് ഭക്ഷണം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ജോലി ചെയ്യുന്ന സമയത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് സപ്ലൈ കിട്ടും. അപ്പൊ ഭക്ഷണം കിട്ടും. വേറെ സ്പെഷ്യൽ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ പുറത്തുനിന്ന് ഒരു ഫ്രൂട്ട്സ് വേണമെങ്കിലോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം പൈസ ഇല്ല അതിനൊന്നും. അതൊക്കെ കിട്ടുന്ന പൈസ അപ്പൊ തന്നെ സാലറി. എനിക്കും രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അത്രത്തോളം ദിവസം. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് അതിൽ പരാതിയൊന്നുമില്ല. അതുപോലെ കർത്താവിന്റെ വചനം ഞങ്ങൾ ഇങ്ങനെ ഏറ്റു പറയുകയാണ്, അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കർത്താവ് ഭയങ്കര ഒരു ധൈര്യം തരുന്നു, ഭയങ്കര ഒരു അഭിഷേകം തരുന്നു. അതിൽ ബലപ്പെട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ആരോടും പലിശയ്ക്ക് ചോദിച്ചില്ല. പലിശയ്ക്ക് ചോദിച്ചാൽ കിട്ടൂല, എന്നാലും ആരോടും ചോദിക്കുന്നില്ല. അപ്പൊ ഇതിനിങ്ങനെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ വൈഫിന് ഭക്ഷണം കഴിക്കാനും നിർവാഹമില്ലാണ്ട്, ഭക്ഷണം കഴിക്കാനും നിർവാഹമില്ലാതായി കഴിയുമ്പോൾ ഞാൻ ഇനി പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാണ്. കാരണം ഒരെണ്ണെങ്കിലും ഒന്ന് തീർക്കണമെങ്കിൽ അങ്ങനെ പറയാനേ നടക്കുള്ളൂ. ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാണ്ട്. അപ്പൊ കൂടെ റൂമിലുള്ളവർ പറയും, എടി കഴിക്കുന്നു പറയുമ്പോൾ ഇവള് പറയും, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ കഴിക്കാത്തതെന്ന് പറയും. പക്ഷെ പൈസ ഇല്ല അവരുടെ കയ്യിൽ. അതുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ ഭക്ഷണം എങ്ങനെ വാങ്ങും? ഇവള് പ്രഗ്നന്റ് ആണ്, 8ാം മാസമായി. ആ ഒരു പ്രഗ്നൻസിയൊക്കെ അടുത്ത് വരികയാണ്. എനിക്കൊന്ന് പോകാൻ നിർവാഹമില്ല, ഒന്ന് വിളിക്കാൻ നിർവാഹമില്ല, ഇത്ര ഒരവസ്ഥയിൽ പോവാണ്. അപ്പൊ ശരിക്കും എങ്ങനെ കർത്താവ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളെ നിർവാഹമില്ല, എൻ്റെ സിമ്മ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ഫോൺ കള്ളം കൊണ്ടുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം എനിക്കൊരു ചെറിയ ഫോൺ തന്നു. അപ്പൊ ഇതിൽ എൻ്റെ പറയുകയും നമ്പേഴ്സ് ഇല്ല, സിമ്മ് വേറെയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇനി എങ്ങനെ ഇടപെടും? അപ്പൊ ഞാൻ സത്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഗർഭമല്ലാതെ എന്തെങ്കിലും പനിയോ വേറെന്തെങ്കിലും അസുഖമായിരുന്നെങ്കിൽ കർത്താവ് ഈ ഒരു ഗർഭം മാറ്റിയിട്ട് അങ്ങനെ ആക്കി തന്നേക്കണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ ഇവള് എന്ത് ചെയ്യും? ഒന്നുകിൽ അസുഖം കൂടി എൻ്റെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അസുഖം സുഖപ്പെടും.
അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്റെ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഞാൻ മനസ്സുകൊണ്ട് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്റെ ഭാര്യ മരിച്ചു പോയെങ്കിലാണെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നല്ലോ. ഒരു പ്രസവം എങ്ങനെ തീരും ഇതിനെനിക്കറിയില്ല. പൈസ ഇല്ലാതെ എങ്ങനെ മനുഷ്യൻ പ്രസവിക്കുമെന്ന് എനിക്കറിയില്ല. സ്ത്രീ എങ്ങനെ പ്രസവിക്കും, ഇതിന് ഞാൻ ഇവൾക്ക് എന്ത് സമാധാനം കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇത് തീരുമെന്ന് എനിക്കറിയില്ല. ആരെന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ എന്റെ ഫോൺ പോലും എനിക്ക്, എന്റെ ഫോണിൽ എന്റെ നമ്പർ പോലും ഇല്ല. അപ്പൊ വരാൻ എനിക്കൊരു വഴി, എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്നെ കാണുന്നില്ല സൗദി അറേബ്യയിൽ. അപ്പൊ ആരെങ്കിലും എന്നെ സഹായിക്കണമെങ്കിൽ പോലും ഒരു വഴിയില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്ത് ചെയ്യണമെന്ന് ഒരു വഴി. അപ്പൊ ഇങ്ങനെ ദിവസങ്ങൾ അടുത്ത് വരികയാണ് ഡെലിവറിക്ക്. ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാനില്ല, ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാനില്ല. അപ്പൊ അങ്ങനെ ഡെലിവറിക്ക് ഡേറ്റ് അടുത്ത് വന്നു. ഏകദേശം ഒരു 3 ദിവസം ഡെലിവറിക്കായി. 3 ദിവസത്തോളം ആയി കഴിഞ്ഞപ്പോ, മൂന്നല്ല, ഒരു 4 ദിവസത്തോളം എത്രേ ബാക്കിയുള്ളൂ, അത്രേ ഉള്ളൂ ബാക്കി ഡെലിവറിക്ക്. അപ്പൊ ഇവളെന്നോട്, ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് പലിശയ്ക്ക് എവിടെയെങ്കിലും നോക്കിയെങ്കിലും എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, പിന്നെ എന്തിനാ പൈസ, നമ്മൾ ഇത്രയും നാൾ നോക്കിയിരുന്നത്, ഇത്രയും നാളും കർത്താവ് ഇടപെടും എന്ന് പറഞ്ഞിട്ട് ഈ അവസാന നിമിഷത്തില് പലിശയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ നോക്കാന്ന് പറഞ്ഞ പിന്നെ എന്താ വിശ്വാസം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി, അങ്ങനെ പ്രസവിക്കും. അപ്പൊ അവള് പറഞ്ഞു, പ്രസവം ഇവിടെ ഹോസ്പിറ്റലുകാർ നടത്തും, പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം പ്രസവം കഴിഞ്ഞാൽ റൂമിലേക്ക് മാറണം, അവിടെ ഒരു റൂം കിടക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ല, കൊച്ചിന് ചെയ്യാൻ നിർവാഹമില്ല, ഒന്നുമില്ല. കടം മേടിക്കാവുന്നവരുടെയൊക്കെ കടം മേടിച്ചു കഴിഞ്ഞു, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവള് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ നോക്കാം. അപ്പൊ ഒരു ദിവസം കൂടി മുന്നോട്ട് പോയി. പിന്നെ 3 ദിവസം ഡെലിവറിക്ക് ബാക്കി പറയുകയാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ, എന്റെ വിശ്വാസം, എന്റെ വൈഫിന്റെ വിശ്വാസം അത്ര എനിക്കില്ല. അപ്പൊ ഞാൻ ഈ പലിശയ്ക്ക് മേടിക്കുന്നൊക്കെ പലരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പല പ്രാർത്ഥിക്കുന്നവരോടും വിളിച്ചു പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പലിശയ്ക്ക് മേടിക്കരുതെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം, ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അവരുടെ വിലക്ക് നിവൃത്തികേട്, കാരണം അവർക്ക് അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിനോട് ഏറ്റു പറഞ്ഞിട്ട് പലിശയ്ക്ക് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ ചെയ്യാം എന്ന് കരുതി. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ഡെലിവറിക്ക് ഇനി 3 ദിവസമുള്ളൂ, ഈ ഭൂമിയിൽ എനിക്ക് പൈസ കിട്ടാനൊരു വഴിയില്ല, നിന്റെ അടുത്ത് പൈസ ഇത്രയില്ല എന്ന് എനിക്കറിയാം, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ആരോടെങ്കിലും പലിശയ്ക്ക് വാങ്ങിത്താ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എടാ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും കിട്ടൂല, എങ്കിലും ഒരു ദിവസം കൂടി നീ വെയിറ്റ് ചെയ്യുക, അത് പലിശയ്ക്ക് കിട്ടാത്തത് കൊണ്ടല്ല, ഇത്രയും നാൾ. അപ്പൊ അവൻ എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാം, ഞാൻ ഇങ്ങനെ കിടക്കണമെന്ന് അവൻ അറിയില്ല, ബാക്കിയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും ഡെലിവറി ആണെന്നൊക്കെ അറിയാം. അപ്പൊ അവൻ പറഞ്ഞു, എടാ ഇങ്ങനെയാണല്ലോ, ഇത്രയും നാളും നമ്മൾ കാത്തല്ലോ, അപ്പൊ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അപ്പൊ ഒരു ദിവസം കൂടി പലിശയ്ക്ക് വാങ്ങാം. അപ്പൊ അവന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഒരു ദിവസം കൂടി ഞങ്ങൾ പലിശയ്ക്ക് വാങ്ങാതെ മുന്നോട്ട് പോകും. പ്രാർത്ഥന ഭയങ്കരമാക്കിയാണ്. പിന്നെ എന്റെ ഭാര്യ ഡെലിവറിക്ക് 2 ദിവസമുണ്ട്. അപ്പോഴും ഞാൻ പ്രതിയാതിരിക്കുക, കർത്താവ് ഇത് എങ്ങനെ തീരുമെന്ന് എനിക്കറിയില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, അന്ന് ദിവസം എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ ഒരു മമ്മിയുടെ അനിയത്തിയുടെ മോൻ സൗദി അറേബ്യയിലുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് തന്നെ മിണ്ടലില്ല. കാരണം കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ മക്കളിലേക്ക് ആ പ്രശ്നങ്ങൾ വ്യാപിച്ചതാണ്. അതിന്റെ പുറത്ത് ഞങ്ങൾ മിണ്ടലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഒന്നുമില്ല. ആ ദിവസം ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഇവൻ എങ്ങനെയൊക്കെയോ നമ്പർ തപ്പിയെടുത്താണ്, വീട്ടിൽ നിന്നാണ് നമ്പറൊക്കെ എങ്ങനെ എടുത്തത്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ വിളിക്കണമെന്ന് അങ്ങനെ വിചാരിച്ചതല്ല, പക്ഷെ ഡെലിവറി ആണെന്നൊക്കെ കേട്ടത് കൊണ്ട് മാത്രം ഞാൻ വിളിച്ചതാണ്. എന്നിട്ട് അവൻ ചോദിച്ചു, എങ്ങനെയാടാ പൈസയുടെ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പൈസയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് കുറെ ദേഷ്യപ്പെട്ടു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിനക്കിതൊരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു? ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. കാരണം ഞാൻ ഇവനെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇവൻ എന്നെ അങ്ങനെയാണ് കണ്ടിരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവൻ എന്നിട്ട് ഓടി നിറഞ്ഞു, ആരോടൊക്കെയോ പൈസ കടം മേടിച്ചു. അതുപോലെ എന്റെ കൂട്ടുകാരൻ, അവൻ കടം മേടിച്ച് അവന്റെ അറേഞ്ച് ചെയ്യാവുന്ന പൈസ, ആരോട് പലിശക്കല്ല, അറേഞ്ച് ചെയ്യാവുന്ന പൈസ ഇവൻ അറേഞ്ച് ചെയ്തു. മറ്റവൻ കുറെ പൈസ അറേഞ്ച് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോ അന്ന് തന്നെ ഞാൻ എന്റെ വർക്ക് പെർമിറ്റ് പുതുക്കാനായിട്ട് കൊടുത്തു. കർത്താവിന്റെ കൃപ കൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എന്റെ വർക്ക് പെർമിറ്റ് പുതുക്കി എനിക്ക് കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ റെന്റ് കാർ എടുത്തു. അത്യാവശ്യം ഞാൻ വേഗം ആ കാറിന് എന്റെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കുള്ള പൈസ അവിടെ ക്രമീകരിക്കപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ച് ഞാൻ ഓടുകയാണ്. ഞാൻ വേഗം ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് ഞാൻ അവിടെ ചെന്ന് അവരെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി ഞാൻ ഓടി ചെന്നപ്പോൾ എന്റെ ജീവിത പങ്കാളി ഇങ്ങനെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് അകത്തേക്ക് ലേബർ റൂമിലേക്ക് കയറ്റുകയാണ്. ഞാൻ ഓടി ചെന്ന് അവളുടെ കയ്യിലൊന്ന് പിടിച്ചു. അപ്പൊ അവൾക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് സന്തോഷമായതിന്റെ കാരണം കർത്താവ് വാഗ്ദാനം നിറവേറ്റി എന്നുള്ളതാണ്. പലിശയ്ക്ക് വാങ്ങാതെ ഇതിനൊരു എനിക്കിവിടെ വരാൻ, എനിക്ക് വർക്ക് പെർമിറ്റ് പോലും ഇല്ലാത്ത എനിക്ക് ഈ ദിവസത്തിനുള്ള എന്റെ ജീവിത പങ്കാളിയുടെ അടുത്തെത്താൻ കർത്താവ് എന്നെ ഒരു നോക്ക് കണ്ടിട്ട് അവൾക്കൊന്ന് കയറാനായിട്ട് കർത്താവ് അനുവദിച്ചു എന്നുള്ളതാണ്. ഡെലിവറിക്ക് കയറി, ഞാൻ പുറത്ത് കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാണ്, അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു എലിക്കുഞ്ഞ് പോലുള്ള ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെയാണ് എനിക്ക് കിട്ടിയേക്കണേന്ന് പറഞ്ഞു. അത് എന്നെ കൊണ്ട് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, ഒരു 1700 അങ്ങനെ എന്തോ ഗ്രാമേ ഉള്ളൂ. അപ്പൊ ഇത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് തമ്മിൽ അവിടെ പ്രശ്നമായി. കാരണം
ഗൈനക്കോളജി ഡോക്ടറും പീഡിയാട്രീഷ്യനും തമ്മിൽ പറയുന്നു. പീഡിയാട്രീഷ്യൻ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് വെയിറ്റ് ഇല്ല, ഇത് മാസം തികയാതെ പ്രസവിച്ചതാണെന്ന് പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഈ മാസമൊക്കെ തികഞ്ഞ് കൃത്യമായിട്ട് തന്നെയാണ് പ്രസവിച്ചേക്കണം എന്ന് പറഞ്ഞു. കാരണം കൊച്ചിന് വെയിറ്റ് ഇല്ല, വളർച്ചയില്ല. അപ്പൊ ഇവര് തമ്മിൽ തർക്കമായി. പക്ഷെ നമുക്കറിയാലോ, ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, എന്റെ ജീവിത പങ്കാളിക്ക് ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടാണ് എന്റെ കുഞ്ഞിന് വെയിറ്റ് കുറഞ്ഞു പോയതെന്ന് എനിക്ക് ഇവരോട് പറയാൻ പറ്റില്ല. അതിനുശേഷം കുഞ്ഞ് 13 ദിവസം ഐസിയുലായിരുന്നു. ഞാനും ജീവിത പങ്കാളികളുടെ റൂമിലേക്ക് മാറി. കർത്താവ് പല രീതിയിലും ഞങ്ങളുടെ പലിശയ്ക്ക് വാങ്ങാതെ ഓരോ ദിവസവും ഞങ്ങളെ ക്രമീകരിച്ചു. ഞങ്ങളുടെ ഓരോ ദിവസവും ഈ 2 പേരിലൂടെ കർത്താവ് ക്രമീകരിച്ചു. വേണ്ട പൈസകൾ അറേഞ്ച് ചെയ്തു തന്നു. 13 ദിവസം കർത്താവ് കുഞ്ഞിനെ ഐസിയുവിൽ പരിപാലിച്ചു. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കൃപ കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം പൂർണ്ണമായിട്ടും തീർന്നു. ആകെ കഴിക്കാനുള്ളത് ഒരു ചെറുപയർ മാത്രം. അപ്പൊ ആദ്യം ഈ ചെറുപയർ ഉണ്ടായിരുന്നപ്പോ ശരിക്കും ബ്രസ്റ്റ് മിൽക്ക് ചെറുപയർ കഴിച്ചാൽ ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിയ ചെറുപയറാണ്. അപ്പൊ എന്റെ ജീവിത പങ്കാളി പറഞ്ഞു എനിക്ക് ചെറുപയർ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഈ ഭക്ഷണം എല്ലാം തീർന്നു. 1 രൂപ പോലും കയ്യിലില്ല. ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, കുഞ്ഞ് ഐസിയുലാണ്. ആ സമയത്ത് ഒരു ദിവസം 1 രൂപ പോലും കയ്യിലില്ല. അങ്ങനെ നിന്ന സമയത്ത് എന്റെ ജീവിത പങ്കാളി പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു എടി ഇന്നാണ് കഴിക്കാൻ ചെറുപയർ മാത്രമേ ഉള്ളൂ, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ചെറുപയർ കഴിക്കണം, നിനക്കത് വേണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഇന്ന് എനിക്ക് ചെറുപയർ കഴിക്കാനുള്ള വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ അവസാനം ഉണ്ടായിരുന്ന ചെറുപയർ ഞങ്ങൾ 2 പേരും കൂടി വേവിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് 1300 കിലോമീറ്റർ അകലെ നിന്നൊരു കോള് വന്നു. എടാ ഞാൻ നിന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഈ 3 ജ്ഞാനികൾ വന്നു എന്നൊക്കെ പറയല്ലേ, അതുപോലെ എനിക്കൊരു കോള് വരികയാണ്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വരികയാണ്, പക്ഷെ നിന്റെ അടുത്ത് കൂടി കയറും എന്ന് പറയാണ്. അപ്പൊ അതിൽ വേറൊരു രസമുണ്ട്. എന്റെ ജീവിത പങ്കാളി അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയോട് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് പിറ്റേ ദിവസമാണ്. അപ്പൊ അവര് വീട്ടിൽ വന്നു. ഇതെങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല, അവർക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അപ്പൊ കർത്താവ് 1300 കിലോമീറ്റർ അപ്പുറയിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണവും കൊണ്ട് ദൂതനെ അയക്കുകയാണ്. ഈ എന്റെ സുഹൃത്ത് വന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാണ്ട് വിശേഷം കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഇത്ര ദിവസത്തേക്ക് എന്റെ അടുത്ത് പൈസ ഇരിപ്പുണ്ട്. അപ്പൊ തന്നെ ആ പൈസ എടുത്തു വന്നു. ആ ചേച്ചിയുടെ കടം വീട്ടാനും അത്യാവശ്യം ഞങ്ങളുടെ ഡെലിവറിക്ക് അപ്പോഴത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ക്രമീകരിച്ചു. പല വഴിക്കായിട്ട് കർത്താവ് ക്രമീകരിച്ചു. ഏകദേശം ഒരു 4-5 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ആ ഡെലിവറിക്ക് ചെലവായി. 1 രൂപ പോലും പലിശയ്ക്ക് വാങ്ങാതെ ആ പൈസകളെല്ലാം കർത്താവ് ക്രമീകരിച്ചു. എന്റെ കുഞ്ഞിന് വേറെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അതുപോലെ ഈ ഡെലിവറി കഴിഞ്ഞു എന്റെ വൈഫിന് നാട്ടിലേക്ക് വരണം. അത്രയും നാള് അവളുടെ പ്രസവ സുരക്ഷ, അവളെ കുളിപ്പിക്കുന്നത്, ഇതെല്ലാം ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തരികയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിലും കർത്താവിന്റെ അനന്തമായ കൃപ കൊണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് കർത്താവ് എന്നെ അനുവദിച്ചു. അപ്പത്തേനും വൈഫിന് പോകണം, അതിന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ കാശില്ല. പക്ഷെ പഴയ ഒരു ടിക്കറ്റ് ഞങ്ങൾ പോലും മറന്നു കിടന്നത് ഒരു ഡോക്ടർ പോയിട്ട് അത് ബിസിനസ് ക്ലാസ് ആക്കി മാറ്റി കൊടുത്തു. അതുപോലെ അവൾക്ക് നാട്ടിലേക്ക് പോരാനായിട്ട് കർത്താവ് അനുവദിച്ചു. അതുപോലെ പോരുന്ന സമയത്ത് അവൾ ഒറ്റയ്ക്കാണ് പോരുന്നത്, എനിക്ക് വരാൻ പറ്റില്ല, കാരണം എന്റെ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പോ കൂടെ പോരാനായിട്ട് ഇവള് ചെല്ലുന്നിടത്തെല്ലാം കർത്താവിന്റെ ഒരു ദൂതൻ, കുഞ്ഞിനെ പിടിക്കാനോ ലഗേജ് എടുക്കാനോ ഒക്കെ ആളുകൾ ഇവൾക്ക് നാട്ടിൽ വരാനൊക്കെ ആയിട്ട് കർത്താവ് അനുവദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞ് തിരിച്ച് ഞാൻ ദമാമിലേക്ക് തന്നെ, ഞാൻ ആയിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് കർത്താവിനെ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ തൽക്കാലം എന്റെ സാക്ഷ്യം ഇവിടെ നിർത്തുകയാണ്. കാരണം നമ്മുടെ സമയം ഒത്തിരി അതിക്രമിച്ചു. എന്റെ സാക്ഷ്യം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഇതിന്റെ ഒരു 4 ഇരട്ടി കൂടി പറഞ്ഞാലാണ് ഇത് എവിടെയെങ്കിലും എത്തുള്ളൂ. പക്ഷെ കർത്താവ് ഈ ചെയ്ത ഒരു അനുഗ്രഹം, കർത്താവിന്റെ ആ ഒരു വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിച്ച് നിന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം കർത്താവ് ചെയ്തു. എന്റെ ജീവിതത്തിലെ വലിയൊരു തകർച്ച, ഇതെനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് എന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. എന്റെ സാക്ഷ്യത്തിന്റെ ആരംഭത്തിൽ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എങ്ങും എത്തിക്കാനും കഴിയുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. മറ്റൊരു അവസരത്തിൽ കർത്താവ് അനുവദിക്കുമ്പോൾ ഞാൻ ഇതിന്റെ ബാക്കി ഫെയിൽ പറയാനായിട്ട് ശ്രമിക്കാം. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതൊരു പ്രശ്നവും കർത്താവിൽ അടിയുറച്ച് ആശ്രയിച്ചാൽ അവന് സാധിക്കാത്തതായിട്ടോ അവന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ടോ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ അവന്റെ വചനത്തിൽ വിശ്വാസം എന്നുള്ളത് അതുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത് എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആകാശം ഒന്ന് ചായ്ക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ ആ ആകാശം ചായ്ക്കാൻ മനസ്സുള്ളവനാണ് അവൻ, കഴിവുള്ളവനാണ് അവൻ. എന്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ പാപത്തിൽ വീണു, വഴിതെറ്റിപ്പോയി, കർത്താവില്ല എന്ന് പറഞ്ഞു കർത്താവിനെതിരെ യുദ്ധം ചെയ്ത് കിടന്ന ഞാൻ കർത്താവിന്റെ മുമ്പിലിരുന്ന് ഞാൻ ഏറ്റു പറഞ്ഞു, കർത്താവ് പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പഴയതെല്ലാം മറന്നിട്ട് ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ച് മുദ്രമോതിരം അണിയിക്കാൻ, വില കൂടിയ വസ്ത്രങ്ങൾ അണിയിക്കാനൊക്കെ കാണിച്ച് മനസ്സുള്ളൊരു കർത്താവ് എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും കർത്താവിൻ്റെ ഈ ഒരു കരുണയുണ്ട്. ഇതൊന്നും ആയില്ലെങ്കിലും ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇത് അങ്ങനെ പറഞ്ഞാൽ എങ്ങും എത്തില്ല. ഇതൊരു പല ഭാഗങ്ങളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് ഒരു വിശ്വാസം വർദ്ധിക്കുന്നെങ്കിൽ, അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒത്തിരി സന്തോഷമായി. അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുമല്ല, ഞാൻ ഇന്നെന്തായിരിക്കുന്നോ അത് ഞാൻ നിൽക്കുന്നത് അവൻ്റെ ചോരയിൽ ചവിട്ടിയാണ്. എൻ്റെ സകല വീതവും പറ്റിയ ദൂർത്തടിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ചോരയുടെ വീതത്തിലാണ്. അവൻ വിലയായി കൊടുത്ത ചോരയാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.